അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യൻ മരിച്ചാൽ അല്ലെങ്കിൽ മരിച്ചവർ എവിടെ, അവർ വീണ്ടും ജീവിക്കുമോ എന്നുള്ള പുസ്തകത്തെ അധികരിച്ചാണ് നാം ഇന്ന് മുതൽ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. മരിച്ചുപോയവർ എവിടെയാണ്, അവർക്ക് വീണ്ടും ജീവിതമുണ്ടോ എന്നൊക്കെ ജീവനോടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം കണ്ടെത്തുന്ന ഒരു ദിവസമുണ്ട്. അത് എപ്പോഴാണെന്നറിയാമല്ലോ, നാം മരിക്കുമ്പോഴാണ്. ഇതുവരെ നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ തലമുറകളായി ചോദിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ മനസ്സിലായത് ഈ ശ്വാസം വിട്ടപ്പോഴാണ് മനസ്സിലായി എവിടേക്കാണ് പോയെന്നുള്ളത്. അപ്പം അതുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന സമയമാണ്. ചോദ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റിയ സമയമാണ് നമ്മുടെ ശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം. എന്നാൽ ഇത് ഒരു ദിവസം അസ്തമിച്ച് കഴിയുമ്പോൾ, ഈ ശ്വാസം വിട്ട് കഴിയുമ്പോൾ, ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ സംശയങ്ങളും അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് നാം അവസാനമായി നീങ്ങുന്നെങ്കിൽ നാം വല്ലാതെ വിറങ്ങലിച്ചു പോകും. എന്നാൽ നാം എവിടേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത ലഭിച്ചിട്ടാണ് നാം ഈ ലോകത്തു നിന്ന് യാത്ര പറയുന്നെങ്കിൽ അതെത്ര സന്തോഷകരമായിരിക്കും. പോകാനുള്ള നാടിനെ നോക്കി സന്തോഷത്തിൻ്റെ പാട്ടുപാടി ഇവിടെ നിന്ന് വേർപിരിയാൻ കഴിയും. അപ്പോൾ ദൈവവചന പഠനം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം നമ്മുടെ താൽക്കാലികമായിരിക്കുന്ന ഈ ജീവിതത്തിൽ മാത്രമല്ല, ഇവിടുന്ന് നമ്മുടെ പ്രാണൻ വെടിയുന്ന സമയത്തും ആ സന്തോഷകരമായ ഒരു പദവിയിലേക്ക് എത്തണം. നാം ചിന്തിച്ച് വെച്ചിരിക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ള നന്മയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പഠന സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങളുടെ ചെറിയ വെളിപ്പെടുത്തലുകൾ മാത്രമാണ് നൽകുന്നത്. എന്നൂടെ പറയാം, വലിയ കാര്യങ്ങളുടെ ചെറിയ വെളിപ്പെടുത്തലുകൾ മാത്രമാണ് ദൈവവചന പഠനം കൊണ്ട് ലഭിക്കുന്നത്. നാം ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ മഹത്വകരമായ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ട, ഒരു മനുഷ്യനൊക്കെ ഇത് തോന്നിയിട്ടുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ സ്വർഗീയമായിരിക്കുന്ന സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തന്നെ അതിഭീകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടാം. ഈ രണ്ട് സ്ഥിതിഗതികൾ മനുഷ്യനുണ്ട് എന്നുള്ളത് ദൈവവചനം നമുക്ക് വ്യക്തത നൽകുന്നു. വേണമെങ്കിൽ ഈ പറയുന്ന വിഷയത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് പഠിപ്പിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ വേണമെങ്കിൽ മനുഷ്യനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ട് നന്മ ചെയ്തവർ, തിന്മ ചെയ്തവർ, യേശുക്രിസ്തു മുഖാന്തര സുവിശേഷത്താൽ വിശ്വസിക്കുന്നവർ, അവർ മരിക്കുമ്പോൾ അബ്രഹാം മടിയിലേക്ക് പോകുന്നു, അല്ലാത്തവർ മരിക്കുമ്പോൾ നരകത്തിലേക്ക് പോകുന്നു. അവർ അവിടെ ഇപ്പോൾ വിചാരണത്തോടെ പോരാട്ടിരിക്കുന്നു. ബാക്കിയുള്ള നീതിമാന്മാർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. പിന്നെ നിത്യയുഗത്തിൽ അവർ കർത്താവിനോട് വാഴും. ദൈവത്തിൽ നിന്ന് തള്ളപ്പെട്ടു പോയവർ നിത്യനരകാഗ്നിയിലേക്ക് പോകും. ഇത്രയുമാണ് പൊതു ചിന്താഗതിയിൽ പഠിക്കാൻ പറ്റുന്ന സാധാരണമായിരിക്കുന്നൊരു കാര്യം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നത്. ഇത് മതി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത്രയും മതി, അത്രയും മതി, നന്നായിട്ട് ജീവിക്കുക, ദൈവം നിത്യജീവൻ നൽകും, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാം. അതല്ല, ദൈവത്തിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നില്ല എങ്കിൽ നിത്യനരകാഗ്നിയിലേക്ക് പോകണം. അതുകൊണ്ട് അതിൽ പോകാതെ യേശുക്രിസ്തു മുഖാന്തരം നിത്യരക്ഷ പ്രാപിച്ച് സുബോധമുള്ളവരായിട്ട് ജീവിച്ച് എടുക്കപ്പെടണമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു പ്രമാണം. അത് മാത്രം മതി എന്നുള്ള ചിന്താഗതിയുള്ളവരുണ്ട്. എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്, വിശദമായി പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ, ഈ മരണാനന്തരങ്ങളെക്കുറിച്ചുള്ള പഠനവും പുനരുത്ഥാനങ്ങളെക്കുറിച്ചുള്ള പഠനവുമാണ് ഒരു മനുഷ്യനെ അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തുന്നത്. നമുക്കറിയാം, ഓരോരുത്തരും പഠിച്ചു വച്ചിരിക്കുന്ന പ്രമാണത്തിനനുസരിച്ചാണ് അവരുടെ ജീവിതത്തിൻ്റെ വീക്ഷണത്തെ അവർ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരുന്നത്. പൗലോസ് ശൗലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രമാണം അനുസരിച്ചുള്ള ചിന്താഗതിക്കാരനായിരുന്നു. എന്നാൽ അവനെ ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോഴാണ് മൂന്നാം സ്വർഗത്തെക്കുറിച്ചും മറ്റുള്ള പുനരുത്ഥാന നിരകളെക്കുറിച്ചും തേജസ്സിനെക്കുറിച്ചും അതിൻ്റെ നിരകളെക്കുറിച്ചും ഓരോരുത്തരും താന്താൻ്റെ നിരയിലാണെന്നൊക്കെയുള്ള ആ ദൈവിക സത്യങ്ങളെ വെളിപ്പെടുത്തിയത് തനിക്ക്
ലഭിച്ച വെളിപ്പാടിൻ്റെ പരിജ്ഞാനം നിമിത്തമാണ് താൻ അത് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത്രയൊന്നും എഴുതണ്ടായിരുന്നു, ഇത്രയൊന്നും കാര്യങ്ങൾ പറയണ്ടായിരുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരമായി ക്രിസ്തുവിലുള്ള ആ രക്ഷയുടെ കാര്യം മാത്രം നാം പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആഴമേറിയൊരു പഠനം അത് നമുക്കും വരും തലമുറകൾക്കും ആവശ്യമാണ്. കാരണം കർത്താവിൻ്റെ വരവ് ആസന്നമാകുന്നതിന് മുമ്പായി, പരിശുദ്ധാത്മാവ് ലോകത്തു നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പായി ദൈവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ വിവർത്തനം ചെയ്ത് വ്യാഖ്യാനിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയാണ്. കാരണം അത് ഇവിടെ ഓർപ്പിച്ചുണർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എന്നാണോ സഭ എടുക്കപ്പെടുന്നതെന്ന് പരിശുദ്ധാത്മാവ് എടുക്കപ്പെടും, അതിനുശേഷമായി ഇത്തരം പഠനങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതകൾ ഇല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇതിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തി അത് വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ ദാസദാസന്മാരുടെ ആ വചനങ്ങളെ വെളിപ്പെടുത്തി തരുന്നത്. അത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കർത്താവിൻ്റെ കൃപയാലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. ഒരുപക്ഷെ ഇന്നുള്ള ആൾക്കാർക്ക് അത് ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ഒരു കാലത്ത് ഇത് തേടി വരും. ഇതിന് ആവശ്യമുള്ളവർ എഴുന്നേൽക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഇത് ദൈവം എന്നുള്ളതിനെക്കുറിച്ചും സാത്താൻ എന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ, സ്വർഗം നരകം എന്നുള്ളതൊക്കെ ഇന്നുണ്ടായ ചില സങ്കല്പങ്ങളല്ല. മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ തന്നെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വേദപുസ്തകം കാണുന്നത്. അപ്പോൾ ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചിലർ കൂടി ആലോചിച്ചെടുത്ത ഒരു ചിന്താഗതിയല്ല ദൈവം എന്നുള്ളത്. അതുപോലെ നരകം എന്നുള്ളതോ അഗ്നിനരകം എന്നുള്ളതോ സാത്താൻ എന്നുള്ളതോ ഇപ്പോഴുണ്ടായ ഒരു കഥയല്ല. ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ രചന നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴേതെങ്കിലും ഒരു കാലഘട്ടത്തിൽ 2000 വർഷം മുമ്പോ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് ആൾക്കാർ കൂടിയിരുന്ന് എഴുതിയെടുത്ത കുറേ ചിന്താഗതികളല്ല ദൈവം, സാത്താൻ, നരകം, നിത്യജീവൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയല്ല എന്നുള്ളത് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ചോദ്യം ചോദിക്കുമ്പോൾ മരിച്ചുപോയവർ എവിടെയാണ് എന്ന് ജീവനോടിരിക്കുന്ന നാം ചോദിക്കുമ്പോൾ മരിച്ചുപോയവരോട് നമുക്ക് ചോദിക്കാൻ കഴിയത്തില്ല. നമ്മളാരും അത് പറയത്തുമില്ല. കാരണം ഇവിടുന്ന് പോയ ഒരൊറ്റ ആത്മാവ് പോലും തിരിച്ചു വരത്തില്ല. അവരെല്ലാം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും അവരുടെ വാസം. അത് ദൈവം വെച്ചിരിക്കുന്ന കാലാവധി വരെ അവിടെ ഉണ്ടായിരിക്കും. അവർക്ക് ആർക്കും മടങ്ങി വരാൻ പറ്റില്ല. അങ്ങനെ മരിച്ചുപോയവരിൽ മടങ്ങി വരണമെങ്കിൽ അത് ദൈവം ചിലരെ മടക്കി വരുത്തിയിട്ടുണ്ട്. മരിച്ചുപോയ ആത്മാക്കളെ മടക്കി വരുത്തി ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തെളിവാണ് മനുഷ്യന് ആത്മാക്കളുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തതയാണ്. ലാസർ മരിച്ചുപോയ ശേഷം 4 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നു. അതുപോലെ കർത്താവ് ഉയർപ്പിച്ച, അതുപോലെ ശിഷ്യന്മാർ ഉയർപ്പിച്ചവരൊക്കെ മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആത്മാവ് മടങ്ങി വന്ന് എഴുന്നേറ്റിട്ടുണ്ട്, അവരോട് വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. ഇതിൽ നിന്ന് ആത്മാക്കളുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമാണ്. അപ്പോൾ അവരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്നു എന്നുള്ളതും ദൈവനമായിട്ട് നമുക്കത് വളരെ കാണാൻ സാധിക്കുന്നു. ഞാനിതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നത് ദൈവം, സാത്താൻ, നരകം, സ്വർഗം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് പരിചിതമായ കാര്യങ്ങളുണ്ടെങ്കിലും പ്രാരംഭത്തിൽ നാം മനസ്സിലാക്കേണ്ട ദൈവം എന്നാൽ എന്താകുന്നു എന്നുള്ളതിന് നമുക്ക് ആർക്കും വിഭജിക്കാൻ പറ്റത്തില്ല, അതിനെ വിവേചനം ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം എന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു മൂല അർത്ഥം നമ്മൾ കണ്ടുപിടിച്ചാൽ ദൈവം എന്നാൽ അതിൻ്റെ അർത്ഥം ജീവൻ്റെ ഉറവിടം, എല്ലാ ജീവൻ്റെയും ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. അതാണ് ദൈവം എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ജീവൻ്റെ ഉറവിടമാണ്, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സകലത്തിൻ്റെയും ഉറവിടമായിരിക്കുന്ന ജീവൻ്റെ ദാതാവാണ് ദൈവമെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവം എവിടെയാണ് ആയിരിക്കുന്നത്, ദൈവമായിരിക്കുന്നതിന് സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്ന സ്വർഗമെന്ന ഒരു സ്ഥലമുണ്ടെന്നുള്ളത് വേദപുസ്തകം തെളിവ് നൽകുന്നു. ഞാനത് പറഞ്ഞു വരുന്നത് മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായി എന്താണ് ദൈവമെന്ന് ഉദ്ദേശിക്കുന്നത്, സ്വർഗം എന്താണ്, മനുഷ്യ സൃഷ്ടിക്കുമ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പുണ്ടായിരുന്ന സൃഷ്ടികൾ എന്താണ്, അത് ഏതൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നുവെന്നും വചനം തെളിയിക്കുന്നു. ഇങ്ങനെയുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളെ ആമുഖമായി പറഞ്ഞിട്ട് നമ്മൾ ഈ മരണാനന്തര നിഴലിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ വിഷയങ്ങളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നത്. അപ്പോൾ ദൈവം എന്നുള്ളത് എല്ലാവർക്കും ഒരു ദൈവം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിശ്വാസത്താൽ പ്രപഞ്ചത്തെ നോക്കുമ്പോഴൊക്കെ ദൈവമുണ്ടെന്നുള്ളത് നമുക്കറിയാം. ആരാണ് സത്യദൈവം എന്നുള്ളതും വേദപുസ്തകം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഇപ്പം ദൈവം എന്നുള്ളത് കർത്താവ്
യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം ജീവനും അത് ആത്മാവുമാകുന്നു. ദൈവിക തൃത്വത്തെക്കുറിച്ച് പിതാവാം ദൈവം ആലോചനയാകുന്ന ദൈവമാണ്, വചനാത്മാവാം ദൈവം പ്രവൃത്തിയുടെ ദൈവമാണ്, ജീവനാകുന്ന ദൈവം സർവ്വത്തിൽ വ്യാപരിക്കുന്ന ജീവന്റെ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. ദൈവിക തൃത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വർഗാസ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ സ്വർഗാസ്വർഗത്തിൽ പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവാം ദൈവവും ഉണ്ടെന്ന് ദൈവിക തൃത്വത്തെ, ദൈവിക ഏകത്വത്തെ നാം മനസ്സിലാക്കുമ്പോൾ സ്വർഗത്തിലുള്ള ദൂതഗണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായി, ഒന്നാമത്തെ ആകാശം ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പായി അനാദിയിൽ തന്നെ ദൈവത്തിൻ്റെ സ്വർഗാസ്വർഗം ഉണ്ടായിരുന്നു. അത് എന്നേക്കുമുള്ളതാണ്, അതിന് മാറ്റമില്ലാത്തതാണെന്ന് ദൈവം വളരെ വ്യക്തത നൽകുന്നു. അവിടെയുള്ള ദൂതന്മാരെ കുറിച്ചുള്ള ഏകദേശമായിരിക്കുന്ന ഒരു ചിന്താഗതി നമുക്കുണ്ടായിരിക്കണം. ദൂതന്മാർ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം നമ്മളതേക്കുറിച്ച് ഉള്ള ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. അതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്കറിയണം ആരൊക്കെയാണ് സ്വർഗാസ്വർഗത്തിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ, സ്വർഗാസ്വർഗത്തിലെ ദൂതന്മാരെ നമുക്ക് വിവിധ നിലവാരങ്ങളിൽ ഇത്രയെന്ന് പറഞ്ഞ് ഇത്ര തരത്തിലുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പ്രധാനമായിട്ടുള്ള ചില ദൂതഗണങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന്, അവിടുത്തെ ദൂതന്മാരിൽ സാറാഫുകളുണ്ട് എന്നുള്ളത് യെശയ്യാ പ്രവചനം 6-2 വാക്യത്തിൽ സാറാഫുകൾ. സാറാഫുകൾക്ക് പ്രത്യേകത, അവരെക്കുറിച്ച് അഗ്നിമയ ദൂതന്മാർ എന്നുള്ള ബന്ധത്തിലാണ് ഈ സാറാഫുകളെ വെളിപ്പെടുത്തുന്നത്. അവർ ദൈവത്തിൻ്റെ ആരാധിക്കുന്നവരും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ ഹോളിനെസ്, അവൻ്റെ വിശുദ്ധിയെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന, സമയഭേദം കൂടാതെ ഇപ്പോഴും ദൈവത്തെ ആർത്തുല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടിഗണങ്ങളാണ്, ദൂതഗണങ്ങളാണ് ഈ സാറാഫുകൾ എന്നുള്ളത്. അതിൻ്റെ നമുക്ക് വേദപുസ്തക വചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് യെശയ്യാ 6 അതിൻ്റെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള വിവരണം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് കാണാൻ സാധിക്കുന്നത് കെരൂബുകളാണ്. കെരൂബുകൾ എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 3-24 വാക്യത്തിൽ പറഞ്ഞിട്ട് എസെക്കിയേൽ പ്രവചനം 10 കെരൂബുകളെ കുറിച്ച് പറയുമ്പോൾ അവർ പവർഫുള്ളാണ്, മജസ്റ്റിയാണ്. അതുപോലെ തന്നെ അവർ 4 ചിറകുള്ളതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വാഹനമാക്കി ഉപയോഗിക്കുന്ന ഗരൂബുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗരൂബുകളെ വാഹനമാക്കുവാൻ പറന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം ദൂതന്മാർ ദൈവത്തെ ചുറ്റും നിന്ന് ദൈവത്തിന് സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുന്നു, ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുന്നു. കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്ന ദൈവമാണപ്പോൾ അത് വഹിക്കുന്ന ആണ് കെരൂബുകൾ എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്നതാണ് കെരൂബുകളുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കൂട്ടത്തെ തന്നെയാണ് ദൈവികാജ്ഞ നിർവഹിക്കാൻ വേണ്ടി ദൈവം കൽപ്പിച്ചാക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ആജ്ഞയുണ്ടോ അത് കാക്കാൻ വേണ്ടി ദൈവം കൽപ്പിച്ചാക്കുന്ന കെരൂബുകളെയാണ്. അതുകൊണ്ടാണ് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവം നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി കെരൂബുകളുടെ വായിൻ്റെ തീയുടെ ജാലയുമായി അവരെ നിർത്തിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഒരു ദൂതഗണത്തിൽപ്പെടുന്നതാണ് ആർക്കേഞ്ചൽസ് എന്ന് പറയുന്ന പ്രധാന പ്രഭുക്കന്മാർ. പ്രധാന പ്രഭുക്കന്മാർ എന്ന് പറയുമ്പോൾ ദാനിയേൽ പ്രവചനം അതിൻ്റെ 10-13 വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ. അപ്പോൾ പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനാണ് മീഖായേൽ. അപ്പോൾ മറ്റൊരാൾ കൂടി ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തത വരുന്നത്. അപ്പോൾ അതിനെ ആർക്കേഞ്ചൽസ്, പ്രധാന ദൂതന്മാർ, നമുക്ക് രണ്ടായിട്ട് അതിനെ പ്രധാനമായിട്ട് തിരിക്കാൻ പറ്റുന്നത്. രണ്ടാണെന്ന് പറഞ്ഞാൽ അതല്ല. കാരണം അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ തെളിവ് വേണമെങ്കിൽ വെളിപ്പാട് പുസ്തകം നമുക്ക് നിരത്താൻ സാധിക്കും. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ പ്രധാന ദൂതന്മാരെ തിരിക്കുന്നത് ഒന്ന് മീഖായേൽ, 2 ഗബ്രിയേൽ എന്നാണ്. മീഖായേൽ എന്നുള്ളത് യുദ്ധത്തിന് വേണ്ടി പ്രധാന യുദ്ധങ്ങൾ നയിക്കുന്നത് മീഖായേലാണ്. പ്രധാന യുദ്ധങ്ങൾ നയിക്കാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി യുദ്ധങ്ങൾ ബാറ്റിൽ നടത്തുന്നത് മീഖായേലാണ്. മീഖായേലിൻ്റെ യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം. വെളിപ്പാട് 12 പറഞ്ഞിരിക്കുന്നത് മീഖായേൽ വന്ന് യുദ്ധം ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രധാന സന്ദർഭങ്ങളിൽ മീഖായേൽ ഇറങ്ങി വരുന്നത് സുപ്രധാനമായിരിക്കുന്ന ദൈവദൗത്യത്തിൽ ഇരുളിൻ്റെ ശക്തിയെ ജയിച്ച് ജയത്തിൻ്റെ കക്കളം മുഴക്കാൻ വേണ്ടിയാണ് പ്രധാന ദൂതനെ ഉപയോഗിക്കുന്നത്. ഗബ്രിയേൽ എന്നുള്ളത് ദൂതവാഹികളായിരിക്കുന്ന ദൂതന്മാരുടെ ഗണത്തിൽപ്പെടുന്ന പ്രമുഖനാണ്. നമുക്കറിയാം ഗബ്രിയേലിനെ അയച്ചത് എല്ലായിടത്തും അയച്ചില്ല. ഗബ്രിയേലിനെ അയച്ചത്
ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടിയാണ് ഗബ്രിയേലിനെ അയക്കുന്നത്. ഗബ്രിയേലിനെ അയച്ച 2 സന്ദർഭങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൻ്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നു. ഗബ്രിയേലിനെ അയച്ചത് സെഖര്യാവിൻ്റെ അടുക്കൽ അയച്ചു, മറിയയുടെ അയച്ചു. 2 ലോകത്ത് ചരിത്രത്തിൽ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന കാര്യങ്ങളെ പ്രസ്താവിക്കാൻ വേണ്ടിയാണ് ഗബ്രിയേലിനെ അയക്കുന്നത്. അപ്പോൾ ദൂതന്മാരുള്ള ബന്ധത്തിൽ പ്രധാന ദൂതന്മാരിൽ അവരെ 2 കൂട്ടത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നു. ഒന്ന് യുദ്ധം ചെയ്യാനുള്ള മീഖായേലും സംഘവും, അതുപോലെ തന്നെ ഗബ്രിയേലും അവൻ്റെ ദൂതഗണങ്ങളും സ്വർഗാസുരഗത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് കാണാൻ സാധിക്കും ജലാധിപതിയായ ദൂതനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തീയുടെ മേൽ അധികാരമുള്ള ദൂതനെ കുറിച്ച് വെളിപ്പാട് പറഞ്ഞിട്ടുണ്ട്. സംഹാരദൂതനെ കുറിച്ച് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം ഒക്കെ പറഞ്ഞ സംഹാരദൂതനെ ദൈവം അയക്കുന്നുണ്ട്. അത് ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. ഇനി അഗാധദൂതനുണ്ട്. ഇങ്ങനെ പിന്നെ സേവകാത്മാക്കളായ ദൂതന്മാരുണ്ട്. ഇങ്ങനെ പലവിധമായ ദൂതഗണങ്ങൾ ദൈവത്തിനുണ്ട്. ഇതിൽ സ്വർഗത്തിലുള്ള ദൂതഗണങ്ങൾക്കൊന്നും തന്നെ ഒരു മാറ്റവും വരാത്തതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ ഒരു മാറ്റം സംഭവിക്കത്തില്ല. സ്വർഗാസുരഗത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ എന്നേക്കുമുള്ള സ്വർഗാസുരഗത്തിന് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആരും വശീകരിക്കപ്പെട്ടോ വഞ്ചിക്കപ്പെട്ടോ പോകത്തില്ല. സ്വർഗാസുരഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിനടുത്ത് ഒരു ഇരുളിൻ്റെ വ്യാപാരമില്ല. അവിടെ സ്ഥിരതയുള്ളതാണ്. പിന്നീട് വ്യത്യസ്തത ഉണ്ടാകാൻ പോകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അവിടെ വ്യത്യസ്തത ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമുണ്ടായ സംഭവം കർത്താവ് യേശു ക്രിസ്തു മനുഷ്യവേഷത്തിൽ ലോകത്തിലേക്ക് വന്നു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് തിരികെ കരയേറിപ്പോയി. 2ാമത്തെ സംഭവം നടന്നത് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. ദൈവസഭ പണിയപ്പെട്ടു. ദൈവസഭ എന്ന തികവുള്ള മണവാട്ടിയം കൊണ്ട് തിരിച്ച് പരിശുദ്ധാത്മാവ് സ്വർഗാസുരഗത്തിലേക്ക് കരയേറിപ്പോകുന്നു. ഇതാണ് അവിടെ ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവം. പിന്നീട് അവിടെ എത്തിച്ചാലുള്ള സ്വർഗദേശ പ്രാപിക്കുന്ന വിശുദ്ധമാർദ്ദ സ്വർഗീയശയം അവിടെ പണിയപ്പെടും. ഇതാണ് അവിടെ സംഭവിക്കാവുന്ന മാറ്റങ്ങൾ. അല്ലെങ്കിൽ അവിടെ ഇരുളിൻ്റെ യാതൊരു ഇതുമില്ല, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്നാൽ സ്വർഗാസുരഗത്തിൽ അനാദിയിലെ പദ്ധതിയായിരിക്കുന്ന മനുഷ്യവംശത്തിൽ നിന്ന് തേജസ്സിൻ്റെ പുത്രന്മാരെ സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരെ അവിടെ എത്തിക്കണമെന്നുള്ളൊരു സംഭവം നടക്കും. അത് നമുക്ക് ആർക്കും ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത കാര്യമാണ്. അത് സംഭവിക്കാനുള്ള കാര്യമാണ്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വർഗാസുരഗം കഴിഞ്ഞാൽ 2ാമത്തെ സ്ഥലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സ്വർഗം എന്നാണ്. സ്വർഗത്തെ നമ്മൾ പൊതുവെ പർദീസ എന്ന് പറയും. ഇത് വായിക്കുമ്പോൾ ഓരോന്നും വായിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കണം. സ്വർഗമാണോ സ്വർഗാസുരഗമാണോ എന്നൊക്കെയുള്ള ചിന്തിക്കുന്നത് ഓരോ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചെടുക്കേണ്ടതാണ്. അവിടെയാണ് നമുക്കത് മനസ്സിലാക്കി എടുക്കേണ്ടത്. അല്ലാതെ സ്വർഗം എന്ന് വായിക്കുന്ന എല്ലാം വന്നിട്ട് തന്നെ അത് സ്വർഗാസുരഗമാണെന്ന് ചിന്തിക്കരുത്. ആ സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗാസുരഗമാണോ അതോ പർദീസയെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഉദാഹരണം പറയാം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചു. ദൈവം സ്വർഗത്തിലെ പോലെയാ? പർദീസിലെ പോലെയാണോ? അല്ല. പർദീസിലെ പോലെ എന്ന് പറഞ്ഞാൽ പർദീസയിൽ അവിടെ ഇപ്പോഴും ഇരുളിൻ്റെ വ്യാപാരമുണ്ട്. അവിടെ അവിടുത്തെ ദൂതന്മാരെ ദൈവത്തിന് വിശ്വാസമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെയല്ല. അപ്പം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം സ്വർഗാസുരഗത്തിലെ പോലെ ഭൂമിയിൽ മരണമില്ലാത്ത ഇരുളില്ലാത്ത ഒരു രാജ്യം വരണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതിനോടുള്ള ബന്ധത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ മരണാനന്തരങ്ങളെക്കുറിച്ചുള്ള വിഷയം പഠിപ്പിക്കുന്നതിന് മുമ്പായി എന്താണ് ദൈവം, എന്താണ് സ്വർഗം, എന്താണ് പർദീസ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെ പിന്നീട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശമായിരിക്കുന്ന വിവരണം ഈ ആമുഖ ക്ലാസ്സിൽ നൽകുന്നത്. ഇപ്പോൾ 2ാമത് കാണുന്നത് സ്വർഗീയ പർദീസയാണ്. അപ്പം അതിനെ പർദീസയെന്നും സ്വർഗമെന്നും പറയും. ഇതിനെയാണ് 1ാമത്തെ ആകാശം എന്ന വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആകാശം അഥവാ സ്വർഗം അല്ലെങ്കിൽ പർദീസ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 1ാമത്തെ ആകാശത്തെയാണ്. 1ാമത്തെ ആകാശത്തിലെ സൃഷ്ടികളെ കുറിച്ചുള്ള വിവരണം നമുക്കറിയാം. അവിടെ 1ാമത്തെ ആകാശത്തിൽ അതിനെ പർദീസ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെയാണ് പ്രഭാത നക്ഷത്രങ്ങളായിരുന്ന ലൂസിഫറിന്റെ സംഘത്തിലുണ്ടായിരുന്നുള്ളത്. അതുപോലെ ദൈവപുത്രന്മാരായിരിക്കുന്ന ആകാശവാസികളായിരിക്കുന്ന ദേവതുല്യരായിരിക്കുന്ന
ഇവരവിടെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പാട് നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ രണ്ട് കൂട്ടരുണ്ട്. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? പരലോകപുത്രനായിരിക്കുന്ന ശുക്രൻ, അവൻ ഇപ്പോഴവിടെ ഇല്ല, അവൻ അവിടെയായിരുന്നു. അവൻ്റെ കീഴിലുണ്ടായിരുന്ന പ്രഭാത നക്ഷത്രങ്ങളുണ്ട്. അതുപോലെ ആകാശവാസിലായിരിക്കുന്ന ദൈവപുത്രന്മാരായിരിക്കുന്നവർ അവിടെയുണ്ട്. ദൈവപുത്രന്മാർ, അവരെ ദേവന്മാർ എന്ന പേരാണ് അറിയപ്പെടുന്നത്. രണ്ട് സൃഷ്ടികൾ അവിടെ ഉണ്ടെന്നുള്ള തെളിവ് അവിടെയുണ്ട്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവിടെ ആ സൃഷ്ടികൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ പരദീസ്യ ദൈവം 3 സ്വർഗങ്ങളായിട്ട് വിഭജിച്ചിരുന്നു എന്നുള്ളതും നമുക്ക് വേദപുസ്തകത്തിൻ്റെ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം പൗലോസ് അവൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ അവൻ അവനെ മരണസമയത്ത് മരിച്ചവനെ പോയായപ്പോൾ അവൻ്റെ ആത്മാവ് എടുക്കപ്പെട്ടപ്പോൾ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്താഗതി ഇരുന്ന പരദീസ്യ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ദൈവം സൃഷ്ടിച്ച ഒന്നാമത്തെ ആകാശത്തെ സൃഷ്ടിച്ചപ്പോൾ, ഒന്നാമത്തെ സ്വർഗവും രണ്ടാമത്തെ സ്വർഗവും മൂന്നാമത്തെ സ്വർഗവും എന്ന 3 സ്വർഗങ്ങളായിട്ടാണ് ദൈവം പരദീസ്യത്തെ സൃഷ്ടിച്ചെന്നുള്ളത് ആ വചനത്തെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ വിഭജിച്ച് പഠിക്കുന്നത്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നുള്ളത് സ്വർഗാസ്വർഗത്തിലുണ്ട്, പരദീസിലുണ്ടെന്നുള്ളത് നമ്മളങ്ങനെ ആ ഒരു വചനത്തോട് ബന്ധത്തിലാണ് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ 1-ാം സ്വർഗവും 2-ാം സ്വർഗവും 3-ാം സ്വർഗവും ഉണ്ടെന്നുള്ളത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ സ്വർഗത്തെ പരദീസ്യ സൃഷ്ടിച്ചിരിക്കുന്നുള്ളത് മരണാന്തരമുള്ള ബന്ധത്തിൽ പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ലൂസിഫർ അവിടെ നിന്നാണ് വെട്ടേറ്റ് വീഴുന്നതിന് മുമ്പുള്ള, ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ഒരു പ്രയാസകരമായ അവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ദൂതഗണങ്ങളെല്ലാം വളരെ സന്തോഷകരമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് അവിടെ സമ്മേളനങ്ങൾ, കൂടിയവകൾ നടത്തിയിരുന്നു. ഇപ്പോഴും നടക്കുന്നുണ്ട്. ലൂസിഫർ വെട്ടിപ്പോകുന്നത്. എന്നാൽ ഒന്നാമത്തെ ഭൂമിയെ സൃഷ്ടിച്ചതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൂന്യത ദൈവം ഒന്നാമത്തെ ഭൂമിയെ സൃഷ്ടിച്ചു. പക്ഷെ എന്നാൽ ഒന്നാമത്തെ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പഠിച്ചു വരുമ്പോൾ സ്വർഗാസ്വർഗം നമുക്ക് അതിൻ്റെ കാലഗണന നമുക്കറിയത്തില്ല. എന്നാൽ ഒന്നാമത്തെ ആകാശം സൃഷ്ടിച്ചപ്പോൾ അതിനെ 3 സ്വർഗങ്ങളായി സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നിത്യനരകാഗ്നിയും ദൈവം ശൂന്യതയിൽ സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. കാരണം ഈ ദൂതഗണങ്ങൾ ഒന്നാമത്തെ ആകാശ സൃഷ്ടികൾക്ക് പാപമരണമുണ്ടാകുമെന്നും പാപം ചെയ്താൽ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമെന്നുള്ള കൽപ്പന അവിടെ പുറപ്പെടുവിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ദൈവം നിത്യനരകാഗ്നിയും ഒരുക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിയപ്പോൾ സ്വർഗാസ്വർഗം കഴിഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് അഥവാ മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പരദീസം ഉണ്ടാക്കിയിരുന്നു. അവിടെ സൃഷ്ടി ഉണ്ടായിരുന്നു. അവരെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ദൈവം പറഞ്ഞിരുന്നു, പാവം ആകുന്ന മരണം ഉടലെടുത്താൽ നിത്യനരകാഗ്നിയിൽ ഇടുമെന്നുള്ള നിത്യനരകാഗ്നി ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒന്നാമത്തെ ആകാശത്തിനും നിത്യനരകാഗ്നിക്കും ഇടയിലായി ദൈവം ശൂന്യതയിൽ നിന്ന് ഒന്നാമത്തെ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. അത് ഭൂമി വളരെ മനോഹരമായി ദൈവം സൃഷ്ടിച്ച ഭൂമിയായിരുന്നു. മനുഷ്യൻ്റെ വാസത്തിന് വേണ്ടി, മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ദൈവം ഒന്നാമത്തെ ഭൂമിയെ സൃഷ്ടിച്ചതെന്നുള്ളത് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒന്നാമത്തെ ആകാശത്തിൽ നിന്ന് ഒന്നാമത്തെ ഭൂമിയിലേക്ക് തെറ്റിപ്പോയ ലൂസിഫറിനെ വെട്ടിയിട്ടതോടുകൂടി അത് ഇരുളായി അഗാധമായി തീർന്നു. അങ്ങനെ ഈ ഒന്നാമത്തെ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതോടൊപ്പം തന്നെ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ ദൈവം അതിനെ ഭൂമിക്ക് കീഴിൽ അഗാധം, അതുപോലെ തന്നെ അധമപാതാളം, മീതിയുള്ള പാതാളം, നരകം ഇത്യാദി സ്ഥലങ്ങളെ കൂടി ദൈവം അതിനെ സൃഷ്ടിച്ചിരുന്നു എന്നുള്ളത് ഈ അഗാധത്തോടു കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇരുള് വന്ന് വീണോടുകൂടി മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ ദൈവം അത് അഗാധങ്ങളായി താഴേക്കുള്ള ഭാഗങ്ങളെ വേർതിരിച്ചപ്പോൾ അവിടെ ഭൂമിക്ക് കീഴിലുള്ള സ്ഥലവും അതുപോലെ തന്നെ വെള്ളത്താൽ ദൈവം ഭൂമിയെ വിളിച്ചു വരുത്തി അതിനെ മൂടപ്പെട്ടപ്പോൾ സമുദ്രമുണ്ടായി. അപ്പോൾ സമുദ്രമുണ്ടായി, ഭൂമിക്ക് കീഴിലുള്ള സ്ഥലമുണ്ടായി, മീതിയുള്ള പാതാളം അതിനെ അതിൻ്റെ ശൂന്യതയോടുകൂടി കീഴെയുള്ള അതിനെ വാക്യം കൊണ്ട് താഴെയുള്ള കീഴിലുള്ള പാതാളം, നരകം, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഒന്നാമത്തെ ഭൂമിയെ ദൈവം മാറ്റി. ഇപ്പം വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്ന്
പുരാതന ലോകത്തെ ദൈവം സൃഷ്ടിച്ചതാണ് ലോകസ്ഥാപനത്തിലെ ഭൂമിയായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ പഠനത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ ദൈവവിധാനത്തെ ഉണ്ടാക്കുന്നതും സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ കാണുന്നത് ഏദൻ തോട്ടം ഉണ്ടാക്കുന്നു, അവിടെ മനുഷ്യനെ കൊണ്ടിയാക്കുന്നു, ആദത്തെയും ഹവ്വയും ദൈവം അവിടെ സൃഷ്ടിക്കുന്നു. പാപമുഖാന്തരമായിട്ട് പാപാനന്തര ഭൂമിയിലേക്ക് അവർ ലോകാരംഭത്തിൽ ഇറങ്ങി വരുന്നതിനെ കുറിച്ചാണ് പുരാതന ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ സഭാപ്രസംഗികളുടെ പുസ്തകത്തിൽ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളെ ഞാനന്ന് രാത്രിയിൽ വായിക്കാം. എൻ്റെ സഭാപ്രസംഗ പുസ്തകം 3-ാം അധ്യായം 19 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുന്നത്, മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്ക് ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല, സകലവും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം? അപ്പം ഇവിടെ ആർക്കറിയാം എന്ന് ചോദിച്ച് ചോദ്യങ്ങൾ ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ആ ചിന്താഗതിയിൽ താൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ആർക്കറിയാം? അപ്പോൾ അദ്ദേഹത്തിന് നിശ്ചയമില്ല, ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, ചോദ്യമായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കുന്നവരല്ല, ഇതിനു മുമ്പ് തന്നെ കർത്താവായ യേശുക്രിസ്തു ലോകത്ത് വരുന്നതിന് മുമ്പാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ചോദ്യങ്ങളല്ല ഉത്തരങ്ങളാണ് കാണാൻ സാധിക്കും. ഇതെല്ലാം ഉത്തരമുണ്ട്. എന്താണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനുള്ള വ്യത്യാസം എന്താണ്, ദൂതന്മാരും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, മനുഷ്യനും ഭൂമിയിലെ സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ മനുഷ്യ സൃഷ്ടിയോട് ബന്ധത്തിൽ ചില കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ലോകസ്ഥാപനത്തെ മനുഷ്യ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനെ സൃഷ്ടിച്ചത് എങ്ങനെയാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാര്യം നമുക്ക് വേദപുസ്തകത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള സൃഷ്ടിയോട് ബന്ധത്തിൽ അവൻ്റെ പ്രത്യേകത എന്താണ്, അവന് മനുഷ്യനുള്ള എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഇവിടെ ജ്ഞാനിയായ ശലോമോൻ മറ്റൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വേദപുസ്തകം തന്നെ എഴുതിയിരിക്കുന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെന്താണ് മനുഷ്യൻ എന്താകുന്നു, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമുള്ളത് എന്താണ് മനുഷ്യൻ എന്നുള്ളത് നമുക്ക് ചിന്തിക്കണമെങ്കിൽ മനുഷ്യനുള്ള ബന്ധത്തിൽ അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, അവനെക്കുറിച്ച് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദേഹം, ദേഹി, ആത്മാവിനെക്കുറിച്ചുള്ള ഏകദേശമായിരിക്കും ചിന്ത നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് നമുക്ക് ഏകദേശമായിട്ട് രീതിയിൽ ചിന്തിക്കുക. എന്താണ് ആത്മാവ്, എന്താണ് ദേഹം, എന്താണ് ദേഹി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ദൈവം തൻ്റെ സ്വരൂപ സൃഷ്ടിച്ച മനുഷ്യൻ ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാമെങ്കിലും ഈ സന്ദേശം ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്കൊരു പക്ഷേ അതേക്കുറിച്ച് കാഴ്ചപ്പാടില്ലെങ്കിൽ അവർക്കുള്ള ഒരു സന്ദേശമായിട്ടാണ് ഇത് ഞാൻ പൊതുവായിട്ട് ഇങ്ങനെ എടുത്തു പോകുന്നത്. എനിക്കറിയാം, വേദപുസ്തകം പഠിച്ചിരിക്കുന്ന, നന്നായി അറിഞ്ഞിരിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊരു പക്ഷേ ആവർത്തനമായിരിക്കാം. എന്നാൽ ആരെങ്കിലും നമ്മുടെ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യൻ ദൂതന്മാരുടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരിക്കൽ കൂടി ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഏദനിലെ കുടുംബത്തെ ദൈവം സ്ഥാപിച്ചപ്പോൾ അതിനു മുമ്പായി ആദ്യം സൃഷ്ടിച്ചത് ആദത്തെ ആയിരുന്നു. ആദത്തെ സൃഷ്ടിച്ചപ്പോൾ അവനെ 3 ഘടകങ്ങളുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് സൃഷ്ടിച്ചത്. അത് അവൻ്റെ ദേഹം, മണ്ണുകൊണ്ട് അവനെ സൃഷ്ടിച്ചു. ദേഹി അവൻ്റെ ജീവനാണ്, മനസാക്ഷി ഉൾപ്പെടുന്നതാണ് ദേഹി, ബുദ്ധി ഒക്കെ ഉള്ളതാണ് ദേഹി. ആത്മാവ് എന്നുള്ളത് ദൈവം മനുഷ്യന് കൊടുത്തത്, അത് ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവനിൽ പകർന്ന വെളിച്ചമാണ്, വിവേകമാണ് ആത്മാവ്. മറ്റ് ഇതര സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം
ദേഹത്തെയും ദേഹിയെ സൃഷ്ടിച്ചപ്പോൾ ദേഹിയിൽ ഒരു 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 ഘടകത്തെ, ഒരു ഭാഗത്തെ ദൈവം സൃഷ്ടിച്ചിരുന്നു. അത് ദൈവത്തിൻ്റെ വിവേകം വസിക്കുന്ന ഒരു ഭാഗമാണ്. വിളക്കായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ് മനുഷ്യരുടെ ആത്മാവ്, യഹോവയുടെ ദീപം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദീപമാണ് കത്തിയത്. ദൈവം ഊതിയപ്പോൾ അവനിൽ ആ ശ്വാസം പകർന്നപ്പോൾ വിവേകം കൊടുത്തു. അതാണ് അവനെ തേജസ്സുള്ളതാക്കി, വിവേകമുള്ളതാക്കി തീർത്ത് അവനിൽ പകർന്നത്. അവൻ്റെ ശരീരത്തിന് 30% പ്രകാശമുള്ള തേജസ്സാണ് ദൈവന് കൊടുത്തത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് തെളിവ് എന്താണ് എന്നുള്ളത് പിന്നീട് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ അവന് സ്വർഗീയ തേജസ്സായിരുന്നല്ലോ കൊടുത്തത്, ഭൂമിയിൽ വസിക്കാനുള്ള തേജസ്സാണ് അവൻ്റെ മേൽ പകർന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആദമിൽ പകർന്ന തേജസ്സല്ല വേണ്ടിയത്, നമുക്ക് ക്രിസ്തുവിൻ്റെ തേജസ്സാണ് വേണ്ടിയത് നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പം എല്ലാവരും ഒരുപക്ഷെ ചിന്തിക്കുന്നത് ആദമിന് നഷ്ടപ്പെട്ടു പോയ തേജസ് നമുക്ക് പറയുന്ന ഒന്നാമത്തെ ആദാം തേജസ്സുള്ളവനായി തീർന്നു. അവൻ സ്വർഗാസുഖത്തിൽ വസിക്കാനുള്ള തേജസ്സായിരുന്നില്ല അവൻ ദൈവം കൊടുത്തത്. അവന് ലഭിച്ച തേജസ് ഭൗമിക തേജസ്സായിരുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന അവിടെയും ദൈവം പൂർണ്ണ തേജസ്സിൽ അവൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. മറവിലാണ് ദൈവം വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ആദ്യത്തെ ശബ്ദം കേൾക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനൊക്കെ ദൈവം അവന് അവകാശമുണ്ടായിരുന്നു. പക്ഷേ അവന് ലഭിച്ച തേജസ് പൂർണ്ണതയുള്ള തേജസ്സായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ലഭിച്ച നിത്യജീവനുള്ള ബന്ധത്തിലുള്ള തേജസ്സാണ് അവന് ദൈവം കൊടുത്തിരുന്നത്. അപ്പോൾ അത് മാറ്റപ്പെടാവുന്നതാണ്, മാറാവുന്നതാണ്. അത് മനസ്സാക്ഷിയുടെ സ്വിച്ച് അനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും അത് തിരിക്കാവുന്നതാണ്. അപ്പം ദേഹിയാണ് ഒരു സ്വിച്ച് പോലെ മനുഷ്യനെ പ്രവർത്തിപ്പിക്കുന്നത്. മനുഷ്യനിൽ ദേഹവും ദേഹിയും ആത്മാവുമുണ്ട്. അപ്പം ദേഹം എന്ത് ചെയ്യണമെന്നുള്ളത്, അതിൻ്റെ മനുഷ്യൻ്റെ ശരീര അവയവങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് അത് ദേഹിയാണ് തീരുമാനിക്കുന്നത്. അവൻ്റെ മനസ്സാണ് തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോകണം, ഏതിലേക്ക് പോകണം, എന്തായിത്തീരണം എന്നുള്ളത്. അപ്പോൾ ദൈവനെ സൃഷ്ടിച്ചപ്പോൾ ദേഹവും ദേഹിയും ആത്മാവും ഉള്ളതായിരുന്നു. അവൻ്റെ ദൈവം കത്തിയിരുന്നു, അവൻ വെളിച്ചമുള്ളവനായിരുന്നു, അവനിൽ സ്വാധീനതയിട്ടിരുന്നത് ആത്മാവായിരുന്നു, ദൈവത്തിൻ്റെ വിവേകമായിരുന്നു. ഇത് ദൈവം പറഞ്ഞിരുന്നത് നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനിൽ ജീവശ്വാസം മോദിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നവനത്. ജീവനുള്ള ദേഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രകാശമുള്ളവനായി തീർന്നെന്നാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരുടെ ജീവൻ വെളിച്ചമാകുന്നുവെന്ന്. ഇപ്പം മനുഷ്യരിലെ ജീവൻ, ദൈവം പകർന്ന ജീവൻ, ദൈവം ആത്മാവിൻ്റെ ജീവൻ പകർന്നത് വെളിച്ചമായിരുന്നു. ദൈവത്തിൻ്റെ അംശം ഒരിക്കലും നരകാഗ്നിയിൽ പോകത്തില്ല. ഇപ്പം ദൈവം മനുഷ്യൻ്റെ ഊതിയ ജീവശ്വാസം വിവേകമാണ്. അത് ദൈവം മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ തന്നെ അത് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെയാണ് ദേഹിയിൽ മരണം വസിക്കുന്നതിനാണ് നിത്യമരണം എന്ന് പറയുന്നത്. ഇപ്പോൾ തേജസ് ഉണ്ടായിരുന്ന ആദമും ഹവ്വയും അവര് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ വിളക്ക് കെട്ടുപോയി. അത് മുഖാന്തരമായി നിത്യമരണം വ്യാപരിച്ചു. അന്നസന്നക്കേട് മുഖാന്തരമായി നിത്യമരണമായി ഇരുളിലേക്ക് മാറി. പിന്നീട് അവർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലം പാപം നിറഞ്ഞ ഭൂമിയായിരുന്നു. അവിടേക്കാണ് ദൈവം അവരെ മാറ്റിയത്. ഇപ്പോൾ എന്നാൽ വീണ്ടും ഈ വിളക്കിനെ കത്തിക്കാൻ സാധിക്കും. അത് ദൈവനോട് സംസാരിച്ചു കഴിയുമ്പോൾ അവൻ്റെ മനസ്സിന് മാറ്റം വരുന്ന മുഖാന്തരമായിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ വിവേകമാകുന്ന പരിജ്ഞാനം, ദൈവം ആരാണെന്നുള്ള ആ വിശ്വാസം, രക്ഷിതാവ് ആരാണ്, ദൈവം ആരാണെന്നുള്ള ചിന്താഗതി, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഒരു മനുഷ്യലേക്ക് വരുമ്പോൾ അവൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ആ മനുഷ്യാത്മാവിനെ ഉണർത്തിയെടുക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇരുവായത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ഉള്ളതായി സദ്യകളെയും മഞ്ഞകളെയും വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും സകലത്തെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രവേശിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നിർജീവമായി പോയിരിക്കുന്ന ആത്മാവിനെ വീണ്ടും ഉണർത്തപ്പെടുത്തി അവനെ ദേഹവും ദേഹിയും ആത്മാവും ഉള്ളതാക്കി മാറ്റിയെടുക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്താൽ ചെയ്യേണ്ട പ്രവൃത്തി. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത് അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് വചനം ക്രിയ ചെയ്ത് ഈ പറയുന്ന പ്രവൃത്തി ഉണ്ടായി അവനെ ദേഹവും ദേഹിയും ആത്മാവും ഉള്ളതാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നവരെയും
മനുഷ്യൻ പാപിയായി തീർന്നു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് അവന് മാറ്റമുണ്ടാകുന്നില്ല. ഇത് അവനിൽ സംഭവിക്കുമ്പോഴാണ് അവൻ മാറ്റമുണ്ടായി അവൻ്റെ ദേഹവും ദേഹിയും ആത്മാവും വേർതിരിക്കപ്പെടുന്നത്. എന്നാൽ ആദമും ഹവ്വയും പാപം ചെയ്തവര് ദൈവദേശം നഷ്ടപ്പെടുത്തി പോയെങ്കിൽ മനുഷ്യൻ ജനിച്ചപ്പോൾ അവനിൽ ദൈവത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. കയ്യൻ ജനിച്ചപ്പോൾ അവനിൽ ദൈവത്തിന്റെ വെളിച്ചമുണ്ടായിരുന്നു. കാരണം പാപം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദൈവമായതുകൊണ്ട് ആരും ഏത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും ഈ വെളിച്ചത്തോടു കൂടിയാണ് ജനിക്കുന്നത്. എന്നാൽ ലോകത്തിന്റെ അറിവ് വരുമ്പോഴാണ് അത് ഇരുളിലേക്ക് മാറ്റപ്പെടുന്നത്. ഇപ്പോൾ കയ്യൻ ജനിച്ചപ്പോൾ അവൻ വെളിച്ചമുള്ളവനായിട്ടാണ് ജനിച്ചത്. പാപം അവനിൽ ഉണ്ടെങ്കിലും അത് പ്രവൃത്തിപഥത്തിലേക്ക് വന്നില്ല. വളർന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ വീണ്ടും എന്ത് ചെയ്ത് പാപത്തിലേക്ക് പോയത്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം എല്ലാ മനുഷ്യരിലും നമുക്ക് ആ ദൈവിക ആ വെളിച്ചം കാണാൻ സാധിക്കും. അത് നഷ്ടപ്പെട്ടു പോകുന്നത് ലോകത്തിന് അറിവിലേക്ക് വരുമ്പോഴാണ്. എന്നേക്കുമായി അറിഞ്ഞറിഞ്ഞറിഞ്ഞ് അവസാനമായി ബാല്യപ്രായം കഴിഞ്ഞ് ദൈവം പാപം കണക്കിടുമ്പോൾ വിളക്ക് കെട്ടുപോകും. ദൈവത്തിന്റെ അംശം ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആത്മമരണത്തിൽ അടിമപ്പെട്ടു പോകുന്നു. വീണ്ടും ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന ദൈവജനത്താലാണ്, ദൈവം ഇടപെട്ടിട്ടാണ് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നത്. ആ പ്രകാശിപ്പിക്കുന്നതിൻ്റെ അത് വിവിധ നിലവാരങ്ങളുണ്ട്. അപ്പം അതിനെയാണ് തേജസ്സിൻ്റെ നിലവാരങ്ങളെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ശിശു ജനിക്കുമ്പോൾ അതിൽ 30% ഉള്ള തേജസ്സാണ് വെളിപ്പെടുന്നത്. അവൻ പാപത്തിന് അടിമപ്പെട്ട് മരിക്കുമ്പോൾ ഇരുളായിത്തീരും, ഇരുളിൻ്റെ സന്തതിയായി മാറും, സാത്താന്റെ സന്തതിയായി മാറും. എന്നാൽ ദൈവവചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് വീണ്ടും ശിശുവിനെ പോലെ ആയിത്തീരുന്നു. അതിനെയാണ് 30 മേനി തേജസ്സിന്റെ പ്രാരംഭ ഗണത്തിൽപ്പെടുക എന്ന് പറയുന്നത്. വീണ്ടും ദൈവകൃപയിൽ വർദ്ധിച്ചു വന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് 60 മേനിലേക്ക് വരുന്നത്. ദൈവതേജസ് വർദ്ധിക്കുന്നത് അത് പഴയ നിയമത്തിൽ 60 മേനി വരെയുള്ള തേജസ്സിന് ഉള്ള സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലാണ് ദൈവപുത്രന്മാരാകുന്ന തേജസ്സിന്റെ പുത്രന്മാരുടെ 100 ഗണത്തിൽ 100 മേനിയിലേക്കുള്ള തേജസ് വന്നത്. 30, 60, 100 മേനിയോട് ബന്ധത്തിൽ വന്നിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. ഞാൻ പറഞ്ഞത് ഓരോ നിലവാരത്തിലേക്ക് എത്തണം. അത് പ്രാരംഭത്തിൽ തന്നെ അങ്ങനെ ആകുകയല്ല. നിങ്ങൾ മരിച്ചവരായിരുന്നു, ദൈവം നമ്മളെ വേർപിടുത്തി ദേഹവും ദേഹിയും ആത്മാവ് സ്വതന്ത്രമായി പ്രവർത്തിപ്പാൻ പൂർണ്ണമായിട്ടും ആത്മനിയന്ത്രണത്തിലുള്ളവരാണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ആത്മാവ് നിയന്ത്രിക്കുന്നവൻ ദൈവ പുരുഷൻ, ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡത്തിന്റെ ഇഷ്ടം അത് മനുഷ്യന്റെ അറിവിനനുസരിച്ച് ദേഹിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ജഡമനുഷ്യനാണ്. എന്നാൽ ജഡമനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി ദൈവത്തിന്റെ അംശം ദൈവവചനം വരുമ്പോഴാണ് കൺട്രോളിങ് വരുന്നത്. അങ്ങനെ ആ നിയന്ത്രണത്തിനാകുമ്പോഴാണ് മനുഷ്യൻ ജഡമനുഷ്യനിൽ നിന്ന് ആത്മമനുഷ്യനായി മാറുന്നത്. അപ്പോൾ ആത്മമനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവാകുന്ന വചനത്താലാണ് അവൻ ആത്മമനുഷ്യനായി തീരുകയും ക്രിസ്തുവിന്റെ ആത്മാവിൽ തികവുള്ളവനായി തീരുകയും ചെയ്യുന്നതാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഏത് മനുഷ്യനും സംഭവിക്കുന്ന വീഴ്ചകളെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മൾ വിശുദ്ധനാകുന്നില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ജനിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ നമ്മെ വളർത്തിയെടുക്കുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. പിന്നെ എല്ലാ മനുഷ്യർക്കും ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, മനസാക്ഷി തന്നിട്ടുണ്ട്. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അവൻ്റെ ആത്മാവിനെ ഉണർത്താനോ തളർത്താനോ ഉറക്കാനോ കഴിയും. ഇത് വചനത്തിൽ നിന്ന് മനസ്സിലായെങ്കിൽ മനുഷ്യൻ ആരായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി നമുക്കതിന് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുക. നിനക്ക് മരിക്കണമെങ്കിൽ മരിക്കാം. ചില വിചാരിക്കും ഇതൊക്കെ കാണാതെ മരിച്ചേക്കാന്ന് വിചാരിക്കും. കർത്താവ് നീ മരിച്ചു. ചില അങ്ങനെ ഒത്തിരിക്കും, ഞാനിപ്പം തന്നെ അങ്ങ് തീർത്ത് കളയും. സ്വയം ദൈവം എടുക്കുന്നവരുണ്ട്. നീ മരിക്കാതെ മരിച്ചു, കർത്താവ് നിനക്കതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ചില പറയും ഞാൻ ചിലരെ കൊല്ലുമെന്ന് പറയും. അതാ നീ കൊന്നോ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു കണക്ക് തീർക്കുന്ന ദിവസമുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവം മനുഷ്യ സ്വാതന്ത്ര്യം തന്നിരിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവം അതിനോടാണ് അവൻ്റെ സ്വരൂപം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ദൂതന്മാരെ അങ്ങനെ ദൈവം സൃഷ്ടിച്ചില്ല. അവരോടൊക്കെ ഒറ്റ കാര്യമുണ്ടായിരുന്നുള്ളൂ, മരിച്ചാൽ നിത്യനരകാഗ്നി, മടങ്ങി വരവില്ല. ദേഹവും ദേഹിയും ഉണ്ട്, അവരുടെ വെളിച്ചമായിരുന്നു. ദൈവത്തിന് ആലോചനയ്ക്കൊത്തോളം നീങ്ങുന്നതായിരുന്നു. അവർക്ക് സ്വയമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം കൊടുത്തില്ല. പാപം ചെയ്താൽ നിത്യനരകാഗ്നിയിലേക്ക് പോകണം, അല്ലെങ്കിൽ നിത്യമായിട്ടുള്ള വേർപാടാണ്. മനുഷ്യനെ സംബന്ധിച്ച് ദൈവം
വഞ്ചിക്കപ്പെട്ടതായതുകൊണ്ട് സ്വയം തെറ്റി ആകാതെ അവൻ വഞ്ചിക്കപ്പെട്ടു പോയതാണ്ടും ദൈവത്തിന് അവനെക്കുറിച്ചുള്ള നിത്യതയിലെ പദ്ധതി ഉള്ളതുകൊണ്ട് മടങ്ങി വരാനുള്ള സമയം ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ സമയം നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തണം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കണം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് മരിച്ചു പോകാതിരിക്കട്ടെ, മരിച്ചു പോയാൽ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടോ നമുക്ക്? പലപ്പോഴും പലർക്കും അത് ഇല്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്താഗതി പലർക്കും ഇല്ല. എല്ലാവരും വിചാരിക്കുന്നത് പൂർണ്ണമായിട്ട് ഞാൻ എന്നും മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നല്ല, അങ്ങനെ മരിക്കുന്നുള്ള ചിന്തയോടെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നല്ല, അങ്ങനെ സൈക്കോളജിക്കലായിട്ട് നമ്മളാകാൻ പാടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കണം, വല്ലപ്പോഴൊക്കെ ചിന്തിക്കണം. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് വിട്ടു പോകണം. പ്രത്യേകിച്ച് ഈ വിലാഭവനങ്ങളിൽ പോകാൻ പറഞ്ഞിരിക്കുന്ന കാരണം അതാണ്. വിലാഭവനങ്ങളിൽ ചെല്ലുമ്പോഴാണ് ഈ കിടക്കുന്ന പോലെ ഒരു ഞാനും കിടക്കണുള്ളത് ചിന്തിക്കുന്നത്. കഥ വരികയാണെങ്കിൽ നമ്മളെ രൂപാന്തരപ്പെടും. അതല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ആ ഡെഡ് ബോഡിയെ കാണുമ്പോൾ എങ്കിൽ നീ വിചാരിക്കണം, ഇത്രയേ ഉള്ളൂ, എൻ്റെ ഓട്ടവും നേട്ടവും ചാട്ടവും എല്ലാം തീരാനുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയ കർത്താവ് പറഞ്ഞത് വിലാഭവനങ്ങളിൽ പോകുന്നത് സന്തോഷഭവനത്തേക്കാൾ പോകുന്നതല്ല എന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യാശയോടെ ജീവിക്കുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ കർത്താവ് പറയും, എപ്പം വേണം എന്നെ ഈ ഭൂമി നേരത്തോളാൻ പറയാം, സന്തോഷമായിരിക്കും. കാരണം അവർക്ക് അങ്ങനെയുള്ളൊരു കണക്കൂട്ടുകൾ, വലിയ കാര്യങ്ങൾ ദൈവം തരുന്ന ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. മരിച്ചാലും ക്രിസ്തുവിന്, ജീവിച്ചാലും ക്രിസ്തുവിന്. അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ജീവിതമാണ്. എപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന, ദൈവമായിട്ട് നാം കണക്ക് തീർക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയിൽ നമുക്കൊരു പ്രാഗൽഭ്യമുണ്ട്. ഞാൻ ദൈവമായിട്ട് എനിക്ക് അടുക്കാൻ കർത്താവിൻ്റെ കൃപയാൽ എന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിനും എൻ്റെ മനസ്സാക്ഷിക്കും അനുസരിച്ച് കുറ്റമറ്റൊരു മനസ്സാക്ഷിയോടെയാണ് ഞാൻ ഇന്ന് വരെ ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിക്കാനാകാൻ പാടില്ല. വെറുതെ ഒരു സമാധാനത്തെ ഉണ്ടാക്കാൻ പാടില്ല. യഥാർത്ഥമായൊരു ചിന്താഗതി നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഞാൻ ഇത് പഠിക്കാൻ ഇരുന്നപ്പോഴും പഠിപ്പിക്കാൻ ഇരുന്നപ്പോഴും വിചാരിച്ചു, ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഞാൻ എന്താകുന്നു എന്നുള്ളത് എന്നെ സൃഷ്ടിച്ചെന്നറിയാം, അല്ലേ? കഥാവിനറിയാം. നമുക്കറിയാം, ചിലർ ഡോക്ടർമാരുടെ അടുത്ത് പോയി കള്ളം പറയും. കള്ളം പറയുമ്പോഴേ അവർക്കറിയാം ഇതിനകത്ത് കള്ളത്തിലുണ്ടെന്നുള്ളറിയാം. കാരണം അവർക്കറിയാം പറഞ്ഞു വരുന്നതിൻ്റെ രീതി പറയുമ്പോൾ അവർക്കറിയാതെ അവർക്ക് തിരിച്ചറിയാം, അവർക്ക് അത് പഠിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാൻ പറ്റും. ദൈവം നമ്മളെ സൃഷ്ടിച്ചവനാ. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായിട്ടാണ് കിടക്കും. നമുക്ക് അവനുമായിട്ടാണ് കാര്യമുള്ളത്. അതുകൊണ്ട് ദൈവവചനത്തിന് മുമ്പാകെ വരുമ്പോൾ നമ്മൾ ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തിന് നമുക്ക് ലഭിക്കുന്നത്. അതല്ലാതെ നമ്മൾ മണ്ണാർന്നകളെ കുറിച്ചോ ദൂതന്മാരെ കുറിച്ചോ എസ്കറ്റോളജിയോ അല്ലെങ്കിൽ ഡിവിനോളജിയോ എന്തെല്ലാം ഓളജി പഠിച്ചാലും എന്തെല്ലാം തിയോളജികൾ പഠിച്ചാലും മനസ്സാക്ഷിയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം എന്തായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ അനുദിനമായ ദൈവം പഠിക്കുന്നത്. ഒരു കള്ളാസ് പേപ്പറിൽ നമുക്ക് ഡിഗ്രി കിട്ടിയതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. എന്നാൽ അതൊക്കെ വേണം, പഠിക്കണം, ആവശ്യമാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ആവശ്യമാണ്. എന്നാൽ യഥാർത്ഥമായ പ്രകാശനം പഠനം എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിച്ചിട്ട് ആർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തില്ല, അവിടെ ഗ്രാജുവേഷൻ സെറമണി നടത്തിയില്ല. ദൈവയുടെ മനസ്സാക്ഷിയാണ് പഠിപ്പിച്ചത്. ദൈവം അവരുടെ ഉള്ളിലാണ് ഇടപെട്ടത്. ദൈവം അവരുടെ ജീവിതത്തെയാണ് സ്വാധീനിച്ചത്. ദൈവം കൊണ്ടു നടന്ന 12 പേരിൽ 11 പേരെയും ക്രിസ്തുയേശുവിന്റെ സ്വാധീനത അവരെ നല്ലവരാക്കി മാറ്റിയപ്പോൾ ഒരുവനെ സ്വാധീനിച്ചതായിരുന്നു. അവൻ എള്ളിന്റെ സന്തതിയായി മാറിപ്പോയി. ഇപ്പൊ ക്രിസ്തു മുഖാന്തരമുള്ള ദൈവവചനത്തിന്റെ ഇടപാടിൽ മുഖാന്തരമായി നമ്മുടെ മനസ്സാക്ഷി ക്ലിയറായിത്തീരും. നിർമ്മലമായ മനസ്സാക്ഷി നമുക്കുണ്ടാകും. ആ ഒരു നിർമ്മല മനസ്സാക്ഷി ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. പാപം നീങ്ങും, മരണം മാറും, നാം നിത്യതയിൽ വാഴും എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. അതാണ് ദൈവത്തിന് മുമ്പിൽ നമുക്ക് വരുമ്പോൾ കിട്ടുന്ന പ്രത്യേകത. അതല്ലെങ്കിൽ എന്നും ചോദ്യങ്ങളായിരിക്കും. ഞാൻ ശരിയായോ, ഞാൻ അങ്ങനെയായോ ഇങ്ങനെയായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് എന്തിരാത്തിരിക്കുന്നെങ്കിൽ ശലോമോനെ പോലെ ചോദിക്കാം, എന്താണ് പ്രത്യേകത? മൃഗങ്ങളുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, താഴോട്ട് ഭൂമിയിലോട്ട് പോകുന്നുവോ, മനുഷ്യന്റെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ ഒക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം ഈ ഓൾസോ ടോട്ടലി കൺഫ്യൂസ്ഡ്.
അവൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വഴിതെറ്റിപ്പോൾ. എന്നാൽ എന്തുകൊണ്ട് ദാവീദ് അങ്ങനെ ചോദിച്ചില്ല? ദാവീദ് അങ്ങനെ ചോദിച്ചില്ലല്ലോ. എന്നാൽ കഷ്ടതയും പ്രയാസം വന്നപ്പോൾ യോബ് ചോദിച്ചു. അതിലോ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് കഷ്ടത അല്ലെങ്കിൽ സുഖലോലുപത വർദ്ധിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. യോബിനെ ശലോമോനെ സംബന്ധിച്ചിടത്തോളം അവന് സമ്പത്തിൻ്റെ ആധിക്യവും സൗന്ദര്യവും അവന് ജ്ഞാനവും എല്ലാം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവന് ചോദിച്ചു. അവൻ കഷ്ടതയെന്ന് ചോദിച്ച ചോദ്യമല്ല. അവൻ താരതമ്യം ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചതൊക്കെ എന്താ വ്യത്യാസം, തിന്നുകുടിച്ച് സന്തോഷിച്ചുകൂടെ എന്നുള്ള ചോദ്യമായി ചോദിച്ചെങ്കിൽ കഷ്ടത വന്ന യോബ് ചോദിച്ച ചോദ്യമാണ് നമ്മുടെ പഠനത്തിന് ആധികാരികമായി നാം എടുക്കുന്നത്. ഇന്ന് ചില ഭാഗങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കാനുണ്ട്. ഇപ്പോൾ മനുഷ്യനെക്കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കിയെങ്കിൽ സമുദ്രത്തെക്കുറിച്ചുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ കാണുന്നതാണ്. ഭൂമിക്ക് കീഴൊരു സ്ഥലമുണ്ടെന്നുള്ള വേദസ്ഥം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മീതെയുള്ള പാതാളം എന്ന് പഠിപ്പിക്കാൻ കാരണം താഴെയുള്ള കീഴെയുള്ള പാതാളം ഉള്ളതുകൊണ്ടാണ് മീതെയുള്ള പാതാളത്തെക്കുറിച്ച് പഠിക്കുന്നത്. മൂന്നാമതായി അവിടുന്ന് നമുക്ക് താഴോട്ട് കാണുന്നത് അധമ പാതാളമാണ്. അധമ പാതാളം കഴിഞ്ഞാൽ നരകമാണ്. പക്ഷെ അതിനിടയിലാണ് അഗാധം എന്നുള്ള സ്ഥലമുള്ളത്. അപ്പോൾ അഗാധമുണ്ട്. അതിനുശേഷമായിട്ടുള്ള നിത്യനരകാഗ്നി എന്നേക്കുമായിട്ട് ദൈവം നേരത്തെ ശിക്ഷിച്ചിട്ടുണ്ട്. ആകാശഭൂമി കത്തി അഴിയപ്പെടും, എന്നാൽ ഒരിക്കലും ഈ നരകാഗ്നി കത്തി അഴിയപ്പെടത്തില്ല. അപ്പോൾ സ്വർഗാസ്വർഗത്തിന് മാറ്റമില്ല. നരകാഗ്നിയും സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ നിത്യതയ്ക്ക് വേണ്ടി ഉള്ളതാണ്. ഇന്ന് കാണുന്ന ഈ ഭൂമിയും ആകാശവന്നാത്ത ഭൂമി കത്തി അഴിയപ്പെടുമെന്നുള്ളത് ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ, നിരവധി ചോദ്യങ്ങൾ ചോദിച്ചതിൽ മനുഷ്യ ജന്മാവ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് മനസ്സിലായി. മനുഷ്യരിൽ പകർന്ന വിവേകം ദൈവം മൃഗങ്ങളിൽ പകർന്നില്ല. ഉളവാകട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഉളവായി. അതിൽ ഓക്സിജൻ സംഭരിച്ചു. അല്ല ഏതാണോ കടൽ ജീവികളും കരജീവികളും എവിടെയെല്ലാം ജീവൻ ഉണ്ടായ ദൈവം അതിനെ പൊടിയിൽ നിന്ന് ഉത്ഭവിച്ചു. അത് പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. അത് എവിടെയെല്ലാം സൃഷ്ടിക്കുമ്പോൾ അവിടേക്ക് തന്നെ മടങ്ങിപ്പോകും. അതിന് വീണ്ടും മടങ്ങി വരവില്ല. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനിൽ പകർന്ന ജീവശ്വാസം അവന് കൊടുക്കാനും എടുക്കാനും വരാനും മടങ്ങി വരാനും ദൈവത്തോട് ചേരാനും തേജസ്സിൻ്റെ വലിയ ഗണത്തിലേക്ക് എത്താനൊക്കെയുള്ള ഇതുള്ളതുകൊണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ ഒന്നല്ല. അതുകൊണ്ടാണ് സംഗീതത്തെ പറയുന്നത്, വിവേകത്തോടിരിക്കുന്ന മനുഷ്യൻ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഗണത്തായിത്തീർന്നവൻ മൃഗങ്ങൾക്ക് തുല്യനായിത്തീർന്നു. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വിവേകമായിരിക്കുന്ന ശ്വാസം അത് വ്യത്യസ്തമുളവാക്കുന്നതാണ്, നമ്മളെ പരിചരണമുള്ളവരാക്കുന്നതാണ്, നമ്മെ തേജസ്സുള്ളവരാക്കുന്നതാണ്. അത് ഒന്നാമത്തെ ആദാമിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ തേജസ് നമുക്ക് നൽകാൻ വേണ്ടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. കൊണ്ട് നമുക്ക് ചോദ്യങ്ങളല്ല ഉള്ളത്, ഉത്തരങ്ങളാണുള്ളത്. ഏറ്റവും സുഖലോലുപതയിൽ ശലോമോൻ ചോദിച്ച ചോദ്യങ്ങൾ യോബ് ചോദിച്ച ചോദ്യങ്ങൾ പോലെ ആയിരുന്നില്ല. ഈ ശലോമോൻ ചോദിച്ചത് അവൻ്റെ സുഖസല്ലാപത്തിൽ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇനി പാപം ചെയ്താൽ എന്താ കുഴപ്പം, അന്യദൈവങ്ങളെ ആരാധിച്ചാൽ എന്താ കുഴപ്പം, എന്തെങ്കിലും ആരാധിച്ചാൽ എന്താ കുഴപ്പം, മനുഷ്യൻ മരിക്കുന്ന പോലും മൃഗം മരിക്കുന്ന പോലെ മനുഷ്യൻ മരിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാം തിന്നു കുടിച്ച് മരിച്ച് ജീവിക്കുന്നത്. അവസാനം പറഞ്ഞു, നിന്റെ സൃഷ്ടാവായ ദൈവത്തിൽ ഓർത്തോളെന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചാണ്, സേവനക്കാരനോട് പറഞ്ഞാണ് താനും ആ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്. യോബ് ചോദിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യന് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മനുഷ്യൻ ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു. അവന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഈ ആത്മാവെന്ന ഘടകം അത് ജീവനിൽ ഒളിഞ്ഞിരിക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ ദൈവ മനുഷ്യൻ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന വിളക്കാണ്. അത് കത്തുവാനും കെടുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ അത് കത്തി നിൽക്കണമോ പ്രകാശിക്കണമോ പൂർണ്ണമായി പ്രകാശിക്കണമോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദൈവമല്ല അതിൻ്റെ തീരുമാനമെടുക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്നുണ്ട്, സിംഗിൾ ഫേസും പോകുന്നുണ്ട്, 3 ഫേസും പോകുന്നുണ്ട്. അവർ പറഞ്ഞിട്ടില്ല നീ ഒരു വീട്ടിലൊരു 30 വാട്ടിൻ്റെ ലൈറ്റ് വിട്ടുകൊണ്ടിരിക്കണമെന്ന് അവർ പറയുന്നില്ല. നിന്റെ കഴിവിനനുസരിച്ച് അതോ സമ്പാദ്യമനുസരിച്ച് എത്ര വേണമെങ്കിൽ 3 ഫേസിൽ നിന്ന് എത്ര വേണമെങ്കിൽ കറണ്ട് എടുക്കാം, കാരണം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ലൈൻ ഇവിടെ വലിക്കപ്പെട്ട് കിടപ്പുണ്ട്. നമുക്കതിൽ നിന്ന് എത്ര വേണമെങ്കിലും കർത്താവ് പറഞ്ഞു ചോദിച്ചു കൊള്ളുക, ആപ്ലിക്കേഷൻ കൊടുക്കുക, വാങ്ങിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ നമുക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അധികമായി ശോഭിപ്പാൻ കഴിയും. അതുകൊണ്ട് അതിന് മാത്രം റെസ്ട്രിക്ഷൻ ഇല്ല. നമ്മൾ ചോദിച്ചാൽ മതി, ധാരാളമായി ദൈവം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ധാരാളമായി നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. നാം അത് എത്രമാത്രം നാം അത് സ്വീകരിക്കുന്നുവോ അത്രമാത്രം നാം വെളിച്ചമുള്ളവരായി.
അങ്ങനെ വെളിച്ചത്തിൻ്റെ മക്കളായി, തേജസ്സിൻ്റെ മക്കളായി പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശലോമോൻ ചോദിച്ച ചോദ്യം പോലെ മൃഗങ്ങൾക്കും മനുഷ്യൻ നമ്മൾ വ്യത്യാസമെന്ത്, അത് ഭൂമിയിലേക്ക് കീഴോട്ട് പോകുന്നു മേലോട്ട് പോകുന്നു എന്നൊക്കെ ചോദിച്ചാൽ ആർക്കറിയാമെന്നാ ചോദിച്ചതെങ്കിൽ, യോബ് അവൻ്റെ കസ്റ്റഡിയിൽ അവൻ ചോദിച്ച ചോദ്യങ്ങളുള്ള ബന്ധത്തിൽ നാം അതിൻ്റെ ഉത്തരങ്ങളെ കണ്ടെത്തുകയാണ്. ഈ മരിച്ചവർ എവിടെ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ പ്രാരംഭ ക്ലാസ്സിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ ഞാൻ ഇട്ടുപോയത്, നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് മനസ്സിലാക്കി ഒന്നുകൂടെ തിരിച്ചറിഞ്ഞ് ഞാൻ ആരാകുന്നു, എനിക്ക് എന്തായി തീരാം, എവിടേക്ക് പോകാം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുകയും മരണത്തെ ഭയപ്പെടാതെ നാം ഏത് നിമിഷത്തിലും മാറ്റപ്പെടാനുള്ള ഒരുക്കത്തോടു കൂടി പാശങ്ങളെല്ലാം അഴിഞ്ഞവരായി നിൽക്കണം. കെട്ടിപ്പെട്ടതായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ദേഹത്തെയും ദേഹിയും ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന ഒരു ബന്ധനം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ദൈവവചനം ബന്ധനങ്ങളെ അറുത്തുകളയുന്നതാണ്. അതെല്ലാം ബന്ധങ്ങളെ അറുത്തുകളയും. അപ്പം നമ്മളെ ഇവിടുന്ന് പറത്തിക്കൊണ്ടുപോകുവാൻ, ഉയർത്തിക്കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധതലമ നമ്മളെ പണിതെടുക്കുമ്പോൾ പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണ്, പോകാൻ കഴിയത്തില്ല. ആ ബന്ധനങ്ങളെല്ലാം അറുത്തുകളഞ്ഞ്, എല്ലാ പാരമ്പര്യത്തിൻ്റെ പൈശാചിക ബന്ധങ്ങളെല്ലാം അറുത്തുകളഞ്ഞ് നമ്മളെ സ്വതന്ത്രമാക്കി നിൽക്കുന്നതാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിന് ബന്ധനമില്ലെന്ന്. ഇപ്പോൾ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട് വചനമാകുന്ന ക്രിസ്തുവിലാണ് നാം നിൽക്കുന്നെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും പറന്നു പോകാം. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആത്മാവിനെ ദൈവത്തെ കാര്യങ്ങളിലേക്ക് പരമേൽപ്പിക്കാം. അങ്ങനെ ഒരു സമയം വന്നാൽ സന്തോഷത്തോടെ കണ്ണടയ്ക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കമാണ് ഈ പഠന ക്ലാസ്സുകൾ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. എല്ലാവരും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാറില്ലേ? അങ്ങനെയാണെങ്കിൽ നാം ഇവിടെ യാത്ര ചെയ്യുമ്പോൾ കരഞ്ഞ് വിലപിച്ച് ദുഃഖിച്ചല്ല പോകേണ്ടത്. നിത്യതയുടെ പ്രത്യാശയെ കണ്ടുകൊണ്ട് വേണം ഈ ലോകത്തുനിന്ന് കണ്ണടയ്ക്കാൻ. അതിനു വേണ്ടിയ ദൈവവചനമാകുന്ന വെളിച്ചം നമ്മൾ വേൽപ്പം. അങ്ങനെ ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ മുഖം എപ്പോഴും പ്രത്യാശയുള്ളതായിരിക്കും. കാരണം ഡെസ്റ്റിനിയെക്കുറിച്ച്, അവസാനത്തെക്കുറിച്ച് ഇന്നതാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് കരസ്ഥമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെനിക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. ഇവിടുത്തെ രോഗം പ്രശ്നമല്ല, ഇവിടുത്തെ ദുഃഖം പ്രശ്നമല്ല, ഇവിടുത്തെ വിഷയങ്ങൾ പ്രശ്നമല്ല. അതുകൊണ്ട് പറയുന്നത് ഇതൊക്കെ ചവറാണെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ എന്നാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, അത്യധികമായിട്ടുള്ള ആ ലക്ഷ്യവും ദർശനവും മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കുവാൻ. അതിന് പ്രചോദനം വരുത്തുവാൻ വേണ്ടിയാണ് നാം ഈ കാര്യങ്ങളെ ചിന്തിക്കുന്നതെന്ന് ഇതിൻ്റെ ഉള്ളടക്കത്തിൽ ഞാൻ പ്രസ്താവിച്ചുകൊണ്ട് യോബ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നാം തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിൻ്റെ പ്രാരംഭ വാക്യം നമ്മൾ വായിക്കുന്നത് 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അത് പറയാണ്, സമുദ്രത്തിലെ വെള്ളം പൊയ്പോകും പോലെയും ആറുപറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല, ആകാശമില്ലാതെയാകും വരെ അവൻ ഉണരുന്നില്ല, ഉറക്കത്തുനിന്ന് ജാഗരിക്കുന്നുമില്ല. നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളും എന്നെ ഒളിപ്പിക്കുകയും എനിക്കൊരവധി നിശ്ചയിച്ചെന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ഇവിടെ ശലോമോൻ ചോദിച്ച പോലെ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയല്ല. മനസ്സിലായി? എന്നെ പാതാളത്തിൽ ഒളിപ്പിച്ച് വെക്കും, മരണത്തിന് ശേഷം വീണ്ടും നീ എന്നെ ഓർക്കും, എന്നെ മടക്കി വരുത്തുന്നതുകൊണ്ട് തുറന്നു വന്നിരിക്കുന്ന മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഇന്ന് രാത്രിയിൽ 2 ചോദ്യങ്ങൾ, പ്രസക്തമായ 2 ചോദ്യങ്ങൾ യോബിന്റെ കസ്റ്റഡിയിൽ ചോദിച്ചു. ഒന്ന്, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്? 2, അവധി വെച്ച ശേഷമായി ഓർത്തു കഴിഞ്ഞാൽ വീണ്ടും ജീവിക്കുമോ? പുനരുത്ഥാനത്തെക്കുറിച്ച് ചോദിച്ചു. ഇപ്പം മനുഷ്യന് മരണമുണ്ടെന്നുള്ളതും മരിച്ച ശേഷം പ്രാണനെ വിട്ടാൽ പോകുന്ന സ്ഥലമുണ്ടെന്നുള്ളതും, അതുപോലെ തന്നെ ഒരു അവധിക്ക് ശേഷമായി ദൈവത്തിൻ്റെ നിശ്ചിത സമയം കഴിയുമ്പോൾ മനുഷ്യൻ വീണ്ടും ജീവിക്കും എന്നുള്ളതും യോബിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ഈ 2 ചോദ്യങ്ങളെ ആധാരമാക്കിയാണ് നാം തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരൊറ്റ ഉപമ മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു പഠനമല്ല. ഒന്നാമതായി മരണം വരിച്ച ഹാബേൽ മുതൽ ഒടുക്കത്തെ നാളിൽ ജീവിതവും മരണവുമുള്ള ഒടുക്കത്തെ നാൾ വരെ മനുഷ്യവംശം ഉണ്ടായിരിക്കും. അന്ന് വരെയുള്ള സകല മനുഷ്യരും മരണാനന്തരം എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഈ പഠനത്തിൽ ചിന്തിക്കുന്നത്.
തുടർന്ന് ചിന്തിക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു ചിന്ത മാത്രം മതി എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തില്ല. എന്നാൽ എന്താകുന്നു മനുഷ്യൻ്റെ നിലവാരങ്ങൾ, എവിടെയൊക്കെ ആകുന്നു? ഒന്നാമതായി ശ്വാസം വെടിഞ്ഞ പ്രാണനെ വെടിഞ്ഞ ഹാബേൽ മുതൽ ഒടുക്കത്തെ നാളിൽ, 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിന് മുമ്പായി ജനിക്കപ്പെടുന്ന അവസാന വ്യക്തി വരെ എവിടെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഈ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചിന്തിക്കുന്നത്. അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ഈ മരണാനന്തര നിരകളെ തരംതിരിച്ച് ഇന്ന് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ കർത്താവിൽ ക്ഷണപ്പെടുകയാണ്. നമുക്കത് പഠിക്കുമ്പോൾ ഇതിനെ മീതെയുള്ള പാതാളം, അധമപാതാളം, നരകം, സമുദ്രം, 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, ഭൂമിക്ക് കീഴിൽ എന്നിങ്ങനെ 8 സ്ഥലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന് കാണാൻ സാധിക്കുന്നു. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 8 മരണാനന്തര നിരകളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മീതെയുള്ള പാതാളം, അധമപാതാളം, നരകം, സമുദ്രം, 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, ഭൂമിക്ക് കീഴിൽ, ഇങ്ങനെ 8 മരണാനന്തര നിരകൾ ഉണ്ടെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തുന്നു. അതിനെ ഏതൊക്കെ കാലഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ലോകാരംഭം മുതൽ കർത്താവിൻ്റെ ക്രൂശ് മരണം വരെയുള്ള 3 മരണാനന്തരകളെ കുറിച്ചാണ് പ്രാരംഭത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അതായത് ലോക ആരംഭം മുതൽ, ഹാബേൽ മരിച്ചത് മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വരെ ഉള്ള 3 മരണാനന്തരങ്ങളാണ് വേദപുസ്തകം പഴയ നിയമത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് മീതെയുള്ള പാതാളവും അധമപാതാളവും നരകവുമാകും. പഴയ നിയമത്തിൽ നമുക്ക് ഈ 3 സ്ഥലങ്ങളാണ് മനുഷ്യൻ മരിച്ചാൽ എവിടെയാകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമായി കാണാൻ സാധിക്കുന്നത്. എവിടേക്കാണ്? മീതെയുള്ള പാതാളം, അധമപാതാളം, നരകം. ഈ 3 സ്ഥലങ്ങളാണ് നമുക്ക് ലോകത്തിൻ്റെ ആരംഭത്തെങ്കിൽ ഹാബേൽ മരിച്ച അവൻ്റെ ആത്മാവ് പുറപ്പെട്ടത് മുതൽ യേശു ക്രിസ്തു പാവപരിഹാര യാഗമായി തീരുന്നവരെ ഉണ്ടായിരുന്ന മരണാനന്തര നിരകൾ 3 ആകുന്നു. ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. മീതെയുള്ള പാതാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, അധോപാതാളത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, നരകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇത് 3ഉമാണ് പ്രാരംഭത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ മീതെയുള്ള പാതാളം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് മുതൽ ദൈവസഭയുടെ സ്ഥാപനം വരെ ഉണ്ടായിരുന്ന മരണാനന്തരങ്ങളെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത് ചിന്തിക്കുന്നത്. അഥവാ കർത്താവ് മരിച്ചു, തൻ്റെ ശരീരയാഗം നിവർത്തിച്ചതോടുകൂടി മരണത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയോടുകൂടി മരണാനന്തരങ്ങളിൽ മാറ്റം വരുത്തി. അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തിയതിൽ, അതായത് ക്രൂശുമരണം മുതൽ പുതിയ നിയമസഭയുടെ സ്ഥാപനം വരെയുള്ള ആ ചുരുങ്ങിയ കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 40-ാം ദിവസം ഉയർത്തുന്നേറ്റ് 50 ദിവസത്തേക്ക് ഒരു മരണാനന്തരം ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 1-ാമത്തെ സ്വർഗത്തിലേക്ക് ദൈവം ആത്മാക്കളെ പ്രവേശിപ്പിച്ചു. അതുപോലെ സമുദ്രത്തിൽ ദൈവം നിത്യമുള്ളവരെ വിരവിച്ചു. അധമപാതാളത്തിനും നരകത്തിനും മാറ്റമില്ലായിരുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച മുഖാന്തരമായി പറുദീസിലേക്കുള്ള പ്രവേശനമുണ്ടായി. നമുക്കത് കർത്താവ് ക്രൂശിൽ അവനോടുകൂടെ മരിച്ച അവനോട് കർത്താവ് പറഞ്ഞു, നീ എന്നോടുകൂടെ പറുദീസിലിരിക്കുമെന്ന് പറഞ്ഞു. പറുദീസയുടെ വാതിൽ തുറന്നു. അപ്പം അതാണ് ഈ സ്ഥാപനം വരെയുള്ള സമയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നവരെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് ബദ്ധന്മാരെ ഉദ്ധരിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി അവിടെ ബദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് പോയപ്പോൾ അവരെ വെച്ചിരിക്കുന്ന 2 സ്ഥലമാണ്. ഒന്ന് സമുദ്രത്തിൽ നിത്യജീവനുള്ളവരെയും അതിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ 1-ാമത്തെ സ്വർഗമാകുന്ന പറുദീസിൽ 1-ാം സ്വർഗത്തിലാക്കി. ഇതാണ് കർത്താവിൻ്റെ ക്രൂശ് മരണം മുതൽ സഭാസ്ഥാപനം വരെയുള്ള മരണാനന്തര നിരകൾ. ദൈവസഭയുടെ സ്ഥാപനം മുതൽ മധ്യാകാശ പ്രത്യക്ഷത വരെയുള്ള സമയത്തുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ കർത്താവിൻ്റെ
സഭാസ്ഥാപനം മുതൽ മധ്യാകാശ പ്രതിഷ്ഠ വരെ മൂന്നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ തുടങ്ങി. രണ്ടാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ഒന്നാം സ്വർഗമുണ്ടായിരുന്നു, സമുദ്രമുണ്ടായിരുന്നു, അധമപാതാളമുണ്ട്, നരകമുണ്ട്. അഥവാ ഇപ്പോഴത്തെ പ്രസന്റ് സമയത്ത് മരണാനന്തര നിരകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന 6 സ്ഥലങ്ങളാകുന്നു. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോഴത്തെ പ്രസന്റ് സമയത്ത് മധ്യാകാശ പ്രതിഷ്ഠ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുക, ഇപ്പോഴത്തെ മരണാനന്തര നിരകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നാം അത് പറയാൻ സാധിക്കണം. മൂന്നാം സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്, രണ്ടാം സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്, ഒന്നാം സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്, സമുദ്രത്തിലേക്ക് പ്രവേശനമുണ്ട്, അധമപാതാളവും നരകവും അവിടേക്ക് പോകേണ്ടവർക്ക് മാറ്റമില്ല. അത് ഭാവികളും കടനഭാവികളായി മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷമായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെയുള്ള സമയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ രണ്ടാം സ്വർഗമുണ്ട്, ഒന്നാം സ്വർഗമുണ്ട്, സമുദ്രമുണ്ട്, അതുപോലെ സമുദ്രം, അധമപാതാളം, നരകമുണ്ട്. 5 മരണാന്തരങ്ങളായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ ഭരണം മുതൽ ഒന്നാമത്തെ പുനരുത്ഥാനം വരെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ മുതൽ ഒന്നാമത്തെ പുനരുത്ഥാനം വരെ ഭൂമിക്ക് കീഴിൽ രക്തസാക്ഷികളുടെ നിരയുണ്ടായിരിക്കും, സമുദ്രമുണ്ടായിരിക്കും, അധമപാതാളം ഉണ്ടായിരിക്കും, നരകമുണ്ടായിരിക്കും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് ശേഷം ഒടുക്കത്തെ നാൾ വരെ നാം ചിന്തിച്ചാൽ അവിടെ കാണുന്നത് സമുദ്രവും അധമപാതാളവും നരകവുമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇങ്ങനെ കാലങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന മരണാനന്തരങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണത്തില്ല, പക്ഷെ എന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഇപ്പോഴേതൊക്കെയാണ് മരണാനന്തരങ്ങളുള്ളത്, നമുക്ക് എവിടെയൊക്കെയാണ് പോകാൻ സാധ്യതയുള്ളത് ചോദിച്ചാൽ നമുക്ക് പോകാൻ പറ്റുന്നത് മൂന്നാം സ്വർഗത്തിലേക്ക് എത്തിപ്പെടാം തികവുള്ളവരാണെങ്കിൽ, രണ്ടാം സ്വർഗത്തിലേക്ക് എത്തപ്പെടാം നാം 60 മേനി വിളയുന്നവരാണെങ്കിൽ, നിത്യജീവൻ യോഗ്യതവരാണെങ്കിൽ സമുദ്രത്തിലേക്ക് എത്തപ്പെടാം, പാപിയാണെങ്കിൽ പാതാളത്തിലേക്ക് പോകും, കഠിനപാപിയാണെങ്കിൽ നരകത്തിലേക്ക് തള്ളപ്പെടും. പഴയ നിമിഷന്മാരുടെ ശ്രേഷ്ഠന്മാരായ നമുക്ക് ആ ഗണത്തിൽപ്പെടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഒന്നാം സ്വർഗമുള്ളത്. ഇപ്പോഴത്തെ 6 മരണാനന്തരങ്ങൾ, 5 മരണാനന്തരങ്ങൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അതായത് നമ്മുടെ ഉദ്ദേശം. നമ്മളെ അധമപാതാളത്തിൽ രക്ഷിച്ചല്ലോ, നരകാഗ്നി രക്ഷിച്ച ദൈവത്തിന് രാത്രി സ്തോത്രം ചെയ്യാം, ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം അർപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ ഉള്ളടക്കം മനസ്സിലായെങ്കിൽ തുടർന്ന് ഇത് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലോകാരംഭം മുതൽ കർത്താവിൻ്റെ ക്രൂശ് മരണം വരെ ഉണ്ടായിരുന്ന മരണാനന്തരങ്ങളെ കുറിച്ച് പ്രാരംഭത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഹാബേൽ ഇറങ്ങിപ്പോയത് എവിടേക്കാണ്? ഹാബേൽ ഇറങ്ങിപ്പോയത് മീതെയുള്ള പാതാളത്തിലായിരുന്നു. അപ്പോൾ ബുദ്ധിമാന്റെ ജീവിയാത്ര മേലോട്ടാകുന്നു, അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള വചനപ്രകാരം ബുദ്ധിയുള്ള ആരാധന കഴിച്ചതുകൊണ്ട് അധമപാതാളത്തിൽ പോകാതെ അവൻ രക്ഷപ്പെട്ട് മീതെയുള്ള പാതാളത്തിൽ ശ്രേഷ്ഠന്മാരുടെ പദവിയിലെത്താൻ അവൻ ഇടയെത്തുന്നു. ഇപ്പോൾ ലോകത്ത് നിന്ന് ആദ്യമായി മാറ്റപ്പെട്ട ഹാബേൽ എവിടെയാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒന്നും പരാജയമല്ല. ആദ്യമായി ലോകത്തുനിന്ന് ഒരു മനുഷ്യാത്മാവ് വേർതിരിയപ്പെട്ടപ്പോൾ അത് അന്ന് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ നിലവാരത്തിലേക്കാണ് അവൻ്റെ ആത്മാവ് മാറ്റപ്പെട്ടത്. ആണ് ഹാബേലിനെ കുറിച്ച് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഹാബേൽ ദൈവത്താൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവനായി മാറി എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മരണാനന്തരങ്ങൾ എന്നുള്ളത് അബ്രഹാമിൻ്റെ മടി എന്നുള്ള ഒരൊറ്റ ചിന്താഗതി മാത്രം വെച്ചുകൊണ്ടിരിക്കാതെ, നരകം എന്നുള്ള ചിന്താഗതി മാത്രം, സ്വർഗം നരകം എന്നുള്ള ചിന്താഗതി മാത്രം വെച്ചുകൊണ്ടിരിക്കാതെ, ഒന്നാമത് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട ഹാബേൽ മുതൽ ഒടുക്കത്തെ നാൾ വരെ മരിച്ചു പോകുന്ന സകല മനുഷ്യരും ഓരോ കാലഘട്ടത്തിലും എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയാണ്, ഇനി എന്തായിത്തീരും? നമുക്കതിനെ ഭൂതകാല മരണാനന്തരങ്ങളെന്നോ വർത്തമാനകാല
മണ്ണാന്തരയെന്നോ ഭാവികാല മണ്ണാന്തരം എന്ന് വേണമെങ്കിൽ തിരിക്കാം. കാരണം ഭൂതകാലത്തിലുണ്ടായിരുന്നത് 3 നിലകളായിരുന്നു. എല്ലാവർക്കും അറിയാം, അധോ പാതാളം ഉണ്ടെന്നുള്ളത് അറിയാം, നരകമുണ്ടെന്നുള്ളതും അറിയാമായിരുന്നു. മീതെയുള്ള പാതാളത്തിലേക്കാണ് നീതിമാന്മാരുടെ ആത്മാക്കളെ പോയെന്നുള്ളതിൻ്റെ സവിസ്തരമായ ചിന്ത നമ്മൾ ചിന്തിക്കും. സഭാസ്ഥാപനത്തോടു കൂടി അവരെ മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്ന ഉദ്ധരിച്ചു. കർത്താവ് ഇറങ്ങി അവരെ വിടുവിച്ചു. അവരെ സമുദ്രത്തിലും അവരെ ഒന്നാമത്തെ സ്വർഗത്തിലേക്ക് മാക്കി എന്നുള്ളതാണ് നമുക്ക് കർത്താവിൻ്റെ ക്രൂശ് മുഖാന്തരമായി കാണുന്ന പരദീസാവാസം. പരദീസകൾ വാതിൽ തുറക്കപ്പെട്ടു. സഭാസ്ഥാപനത്തോടു കൂടി 3-ാം സ്വർഗവും 2-ാം സ്വർഗവും കൂടി വാതിൽ തുറക്കും. അങ്ങനെ സകലത്തെ നിറയ്ക്കേണ്ടവൻ സകലത്തിന് മീതെ കയറിയവനാകും. അതുവരെ ദൈവം സൃഷ്ടിച്ച 1-ാമത്തെ ഭൂമി, 1-ാമത്തെ സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നുള്ളത് അത് ശൂന്യമായി കിടക്കുകയായിരുന്നെങ്കിൽ അവിടെ നിറയ്ക്കുവാൻ തുടങ്ങിയവൻ നിറയ്ക്കാൻ തുടങ്ങി. അതിലേക്ക് കർത്താവ് 1-ാമത്തെ പരദീസയിലേക്ക് വിശുദ്ധന്മാരെ പ്രവേശിപ്പിച്ചു. 2-ാമത്തേതിലേക്ക് സഭാസ്ഥാപനത്തോടുകൂടി അവിടേക്ക് പ്രവേശിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. 3-ാം സ്വർഗത്തിലേക്കും സ്തെഫാനസിനെ പോലുള്ള പ്രവേശിക്കപ്പെട്ടു തുടങ്ങി. വേഗത്തിൽ നിറയപ്പെടുന്നത് 3-ാമത്തെ സ്വർഗമാകുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പഠനം ഇവിടെ പ്രാർത്ഥിച്ച ആശ്വാദം പറയുമ്പോൾ സകലത്തെ നിറയ്ക്കുന്നവൻ നിറവായിരിക്കും നിറച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാ നിറവെന്ന് ചോദിച്ചാൽ അത് പരദീസയിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി സ്വർഗീയ പരദീസയിൽ എത്തപ്പെടേണ്ടവരുടെ എണ്ണം നിറഞ്ഞു കഴിഞ്ഞാൽ, അതിനോട് യോഗ്യരാകുന്നവരുടെ എണ്ണവും ഭൂമി തികവുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും. ആ പരദീസ 3-ാമത്തെ പരദീസ അത് അവിടം പരദീസയിലെ 3-ാം സ്വർഗം തികവുള്ളതായി നിറയപ്പെട്ട് കഴിഞ്ഞാൽ അവിടേക്ക് ചേരാനുള്ളവരുടെ പേരുകൾ എഴുതപ്പെടുന്ന ആദിജാതന്മാർ സ്വർഗീയ എഴുതുന്ന പുസ്തകത്തിൽ പേരുകൾ എഴുതപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടാൽ യേശു കർത്താവ് വാനവരവിൽ വന്ന് അവൻ്റെ സഭയെ ചേർക്കും. അതോടുകൂടി 3-ാമത്തെ സ്വർഗം എന്നുള്ളത് അവിടുന്ന് ശൂന്യമാക്കപ്പെടും. അത് അവിടെ തികവ് പ്രാപിച്ചവരെല്ലാവരും സ്വർഗാസ്വർഗത്തിൽ എടുക്കപ്പെടുന്ന ദൂത് കൈമാറിക്കൊണ്ട് ദിവസങ്ങളിൽ കൂടുതൽ പഠനത്തിനായി വേദവസ്തം പറഞ്ഞിരിക്കുന്ന വിവിധ മരണാന്തരങ്ങളെക്കുറിച്ചും തേജസ്സിൻ്റെ വിവിധ പുനരുത്ഥാനങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകളിലേക്ക് കർത്താവ് നമ്മെ നടത്തട്ടെ. എല്ലാത്തിനും വ്യക്തമായ ഉത്തരവും വ്യക്തമായ തെളിവുകളും വേദവസ്തത്തിലുണ്ട്, തെളിവുകളുണ്ട്. അതുകൊണ്ട് ദിവസങ്ങളിൽ വചനം പഠിക്കുമ്പോൾ നമുക്ക് ആ സകലത്തിൽ നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന യേശു കർത്താവ് 3-ാമത്തെ പരദീസ നിറയ്ക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അവരോട് ചേരാനവരുടെ എണ്ണം തയ്ക്കാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുമ്പോൾ പരിശുദ്ധമാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത് നാം ആ തികവിലേക്ക് എത്തുവാൻ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ബാക്കിയുള്ള നിരകളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒന്നും വെറുതെയുള്ള കാര്യങ്ങളല്ല. അവൻ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പായി, അവൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായി സകലത്തെയും അവൻ വേണ്ട രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയെടുത്ത് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ കർത്താവോട് ചേരുവാനുള്ള വലിയ വാഞ്ചയോടെ, വലിയ ആഗ്രഹത്തോടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന പദവിയിലേക്ക് എത്തുവാൻ മരിച്ചവർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കാതെ രാത്രി പറയണം, കർത്താവ് ഒരുക്കിയിരിക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന പദവിയിലേക്ക് എത്തുവാൻ യേശു കർത്താവ് ഇന്ന് വരികയാണ്. എനിക്ക് രൂപാന്തരപ്പെടണം. നല്ല മനസ്സാക്ഷിയുള്ളവനായി ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ പുനരുത്ഥാനം അതിശ്രേഷ്ഠമായിരിക്കുന്ന പുനരുത്ഥാനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ തേജസ്സിലേക്ക് അവൻ്റെ അതേ സദൃശ്യപ്പെടുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം. നാം കർത്താവിൻ്റെ വരവിന് മുമ്പ് ഈ ലോകം വിടേണ്ടി വന്നാൽ, ഈ ലോകം വെടിഞ്ഞാൽ നാം എത്തേണ്ടത് സ്വർഗീയ പരദീസയിലെ 3-ാം സ്വർഗത്തിലേക്കാകണം. ആ വാഞ്ചയോടെ ആയിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും ദൈവത്തിന് അറിയപ്പെടുമ്പോൾ പ്രത്യാശയോടെ നമുക്ക് പറയാം, കർത്താവെ, നീ ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യഹൃദയം തോന്നി. ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കും, മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണെന്നുള്ളത്. ഒരിക്കലും അസ്വസ്ഥപ്പെടുന്ന ഒരു ജീവിതത്തോടമയായി തീരാതെ ഒരു സ്വസ്ഥതയുള്ള ഹൃദയം പ്രാപിപ്പാൻ ദൈവമായിട്ടുള്ളൊരു കുറ്റമറ്റ ബന്ധം, ഒരു വലിയ സ്നേഹത്തിൻ്റെ ആ ബന്ധം ഒന്ന് പുതുക്കി തീർക്കുവാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വചനത്തിൽ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നാളെ മുതൽ നമ്മൾ ഓരോ നിലകളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതായിരിക്കും. അതുവരെയും കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുതുതായി ചേർന്ന് എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങളുടെ സമയം സന്ദർഭമുണ്ടെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കണമേ എന്ന് ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.